സത്യസന്ധമായിട്ട് ഉടമ്പടി എടുക്കുന്നവർക്ക് എന്നാ കരുത്ത. ആ കരുത്ത് കാണണമെങ്കിൽ ഈ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായത്. അതായത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടാം. റോഷൻ എന്നും പറഞ്ഞൊരാൾ, യാക്കോബ സഹോദരനാണ്, കോട്ടയത്ത് നിന്ന്. അതായത് റോഷൻ്റെ സാക്ഷ്യം. റോഷനും ഉണ്ടായ ഒരു കുഞ്ഞ് മരിക്കുമെന്ന് പറഞ്ഞപ്പോൾ റോഷനൊരു ഫീല് ചെയ്തില്ല. എന്താ അദ്ദേഹം സാക്ഷ്യത്തെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, അത് മാതാവ് തന്ന കുഞ്ഞല്ലേ എന്നാണ് പറയണത്. അപ്പം ഹീസ് കോൺഷ്യസ് അബൌട്ട് ദാറ്റ്. അതായത് അതിനെക്കുറിച്ചൊക്കെ നല്ല ബോധമുണ്ട്. ഇതുപോലെ ഓരോ സമയത്തും ഉടമ്പടി കാലങ്ങളിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് നമുക്ക് സംഭവിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ ഉടമ്പടിയെക്കുറിച്ച് ഓർമ്മ വന്നാൽ പോരാ. ഓർമ്മയെ പോസിറ്റീവായിട്ട് വരണം. ദൈവത്തോട് നമ്മൾ ഉടമ്പടി ചെയ്തതല്ലേ എന്നുള്ളത് പോസിറ്റീവായിട്ടാണ് വരേണ്ടത്. അങ്ങനെ ഒരു കാര്യം എനിക്ക് പലപ്പോഴും സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ തോന്നുന്നത്, ഉടമ്പടി ഒരു ഫങ്ഷൻ അല്ല, ഉടമ്പടി ഒരു ഫീലിംഗ് ആണ് ശരിക്കും. ഇതാണ് വ്യത്യാസം. എപ്പോഴും ആ ഫീലിംഗ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഉടമ്പടി ഒരു ഫങ്ഷൻ ആണെങ്കിൽ ആ ഫങ്ഷൻ കഴിയുമ്പോൾ നമുക്ക് ഫ്രീ ആണ്. ഫീലിംഗ് ആണെങ്കിൽ ഫീലിങ്ങിൽ നമ്മൾ ഫ്രീ അല്ല. ആ വ്യത്യാസം അതാണ്. ഇപ്പം നമ്മുടെ അപ്പൻ മരിച്ചു, അതൊരു ഫീലിംഗ് ആണ്, നമ്മൾ ഫ്രീ അല്ല. ആ ദുഃഖം നമുക്കങ്ങ് നിൽക്കുന്നോ? അതിനേക്കാൾ തീവ്രമായ എന്തെങ്കിലും ബന്ധങ്ങളുള്ള ഒരു അവസ്ഥയിൽ നിന്നാണ് നമുക്ക് മിസ് ചെയ്യണമെങ്കിൽ ഇറ്റ്സ് എ ഫീലിംഗ്, ഇറ്റ്സ് നോട്ട് എ ഫങ്ഷൻ. അപ്പൻ്റെ മരണം ഒരു ഫങ്ഷനാണോ? അല്ല, അതൊരു ഫീലിംഗ്. ഉടമ്പടി ഒരു ഫങ്ഷനാണോ? അല്ല, ഇറ്റ്സ് എ ഫീലിംഗ്. അതുകൊണ്ട് ആ ഫീലിങ്ങിന് ഇൻ്റർവെല്ലില്ല. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഉടമ്പടി ഒരു ബോധമാണെന്ന്. ആ ബോധം ഒരു നിലനിൽപ്പിന്റെ വികാരമാണെന്ന് തിരിച്ചറിയാനുള്ള കൃപയാൽ എന്നെ നിറക്കണമേ. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. അതായത് ഈ ഉടമ്പടിയുടെ ബോധവും വിവേചനവും ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ദാനമായിട്ടാണ് വരുന്നത്. ഇതിന് ഈ റോൾ ഓഫ് ദി ഹോളി സ്പിരിറ്റ് ഉടമ്പടിയുടെ മെക്കാനിസത്തിൽ ഭയങ്കര പ്രിൻസിപ്പൽ പാർട്ടാണ് വരുന്നത്. ഇതൊരു പരിശുദ്ധാത്മാവ് ഇതര പ്രാർത്ഥനാരൂപമല്ലത്. പരിശുദ്ധാത്മാവ് നമ്മുടെ എല്ലാ പ്രാർത്ഥനാരൂപങ്ങളുടെയും മൊബിലിറ്റി, അതുപോലെ അതിൻ്റെ ഒരു ഡൈനാമിസം വർക്ക് ചെയ്യണത് പരിശുദ്ധാത്മാവിൽ അധിഷ്ഠിതമാണ് എല്ലാ പ്രേയർ രൂപങ്ങളും. അപ്പോൾ ഉടമ്പടി എന്ന് പറഞ്ഞതൊരു മരിയൻ പ്രേയറാണെന്ന് പറഞ്ഞിട്ട് പരിശുദ്ധാത്മാവിന് അവിടെ ഒന്നും ചെയ്യാനില്ലെന്നല്ല. മരിയൻ പ്രേയറായത് കൊണ്ട് തന്നെ അത് ഫുൾനെസ് ഓഫ് ഹോളി സ്പിരിറ്റിലെ വർക്ക് ചെയ്യത്തുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണതയിൽ പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഉടമ്പടിയെടുത്ത് എല്ലാവരെയും പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണതയിലേക്ക് ഫലദായകമായി വളർത്തണമേ, അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ, എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്നത്, ഈ ഉടമ്പടി എടുക്കുന്ന ഓരോ മക്കളും ബേസിക് ആയിട്ട് പ്രേയർ ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾക്കല്ല, ദാനങ്ങൾക്കാണ്. ദാനങ്ങളാണ് ഇതിൻ്റെ ബേസിക് എന്ന് പറയുന്നത്. ദാനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. നമുക്കറിയാമല്ല, ഇപ്പോൾ വെള്ളം എന്ന് പറയുന്നതാണ് ദാനം. വെള്ളത്തിൻ്റെ ഫലങ്ങളാണ് മീൻ, മറ്റുള്ള തരത്തിലുള്ള ജീവജാലങ്ങളെല്ലാം.
പരിശുദ്ധാത്മാവിനെ കുറിച്ച് 2 വിഷയങ്ങളിലാണ് നമ്മൾ എപ്പോഴും ദാനങ്ങൾ എപ്പോഴും നമ്മൾക്ക് എപ്പോഴും ഉടമ്പടി എടുക്കുന്ന ഓരോ മക്കൾക്കും ഐസയാ 11:2 കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ് എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും. എന്തെല്ലാം ആത്മാവാണ്? എന്തിൻ്റെ ആത്മാവാണ്? ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്. അപ്പം ജ്ഞാനമെന്ന് പറയുമ്പോൾ ഒരു അനുഭവജ്ഞാനമാണ്, തിയറി മാത്രമല്ല പ്രയോഗം കൂടിയുണ്ട്. തിയറി ആണെങ്കിൽ സൈദ്ധാന്തിക ജ്ഞാനമാണ്, അറിവാണ്, അതിൻ്റെ പേര് അറിവെന്നാണ്, ജ്ഞാനമല്ല. ജ്ഞാനം മീൻസ് അത് നോളജ് അല്ല, വിസ്ഡമാണ്. വിസ്ഡം എന്ന് പറയുമ്പോൾ പ്രായോഗികമായ ജ്ഞാനമാണ്, അനുഭവജ്ഞാനമാണ്. അപ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ ഉടമ്പടിയിൽ വിസ്ഡമാണ് വരേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇതിനെക്കുറിച്ചുള്ള ഇപ്പം ഞങ്ങൾ സൈദ്ധാന്തിക ജ്ഞാനമല്ല ഇവിടുന്ന് തരണത്. നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണ്? സാക്ഷ്യം. ഞങ്ങൾ സിദ്ധാന്തം തരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണ്? സാക്ഷ്യം. സാക്ഷ്യം അനുഭവിച്ച വ്യക്തികൾ സ്വാഭാവികമായിട്ട് നൽകേണ്ടത് എന്താണ്? വിസ്ഡമാണ് നൽകേണ്ടത്, അനുഭവജ്ഞാനമാണ് നൽകേണ്ടത്. ഞങ്ങൾ നൽകിയിട്ടുള്ള സിദ്ധാന്തം, തിയറി നിങ്ങൾ കൊണ്ടുപോയി ഫീൽഡിൽ പ്രാക്ടിക്കലായിട്ട് അത് പ്രയോഗിച്ച് നോക്കിയപ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് റൈറ്റായിട്ട് വരികയും നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലേശമോ രോഗമോ ഒക്കെ മാറുകയും ചെയ്യുമ്പോൾ വെൻ വി പ്രസൻറ്റ് ഇൻ ദ പ്ലാറ്റ്ഫോം അത് വിസ്ഡത്തിൽ നിന്നാണ് വരേണ്ടത്. അല്ലാതെ ജോലി കിട്ടി, വീട് കിട്ടി, വിവാഹം നടന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പട്ടിക അവതരിപ്പിക്കുകയല്ല. അതൊരു വിസ്ഡം വേണം അവിടുന്ന്. നിങ്ങളത് എങ്ങനെയാണ് ആ ഉടമ്പടി പ്രയോഗിച്ചത്? ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു കേട്ടില്ലേ, അതായത് ആ കുഞ്ഞിൻ്റെ തകർച്ച വന്നപ്പോൾ ഡോക്ടർ എടുത്ത് കളയണമെന്നാണ് പറഞ്ഞത്. ഡോക്ടർ എടുത്ത് കളയണമെന്ന് പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞ് അങ്ങനെ സംഭവിക്കുന്നില്ല. എന്താ കാരണം? ഞങ്ങളത് ഉടമ്പടി ചെയ്തതാണ്, മാതാവ് തന്ന കുഞ്ഞാണ്. അതാണ് ബോധമെന്ന് പറയണത്. ആ ഒരൊറ്റ വിഷയത്തിൽ തന്നെയാണ് ആ കുഞ്ഞ് സർവൈവ് ചെയ്യണത്. അദ്ദേഹത്തിൻ്റെ ഒരു ഉടമ്പടി ബോധമുണ്ടത്. ഞാനത് പറഞ്ഞില്ല, ഇറ്റ്സ് എ ഫീലിംഗ്. ഉടമ്പടി മീൻസ് എൻ അവെയർനെസ്. ഉടമ്പടി ബോധമാണ്. ഞാൻ ഉടമ്പടി ചെയ്താണ് അമ്മയുമായിട്ട് കഴിഞ്ഞ കൊല്ലം ഇതുപോലെ ഒരു 2 കൊല്ലം മുമ്പ് ഒരു സാക്ഷ്യം ഉണ്ടായി. സാക്ഷ്യത്തിൻ്റെ ഒരു പയ്യൻസ് ഭയങ്കര വെള്ളമടിയായിരുന്നു. അപ്പോൾ അവൻ്റെ പെങ്ങളെ കെട്ടിച്ച് വിട്ട വീട്ടിൽ നിന്ന് ആ പെങ്ങളുടെ വീട്ടിൽ കുറേ പ്രോബ്ലംസ് ഉണ്ടായപ്പോൾ അവൾ വന്ന് ഇവിടെ ഉടമ്പടി ചെയ്തപ്പോൾ ഉടമ്പടി ചെയ്ത് അവളുടെ വീട്ടിലെ പ്രശ്നത്തിനാണ്, അതായത് പെങ്ങളെ കെട്ടിച്ച് വിട്ട വീട്ടിലെ പ്രശ്നത്തിനാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത്. പക്ഷേ ആങ്ങളെ ഇങ്ങനെ വെള്ളം അടിച്ച് വീട്ടുകാർക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന കാരണം അവൾ ആങ്ങളുടെ കാര്യവും ഉടമ്പടി വെച്ചിട്ടുണ്ട്. പക്ഷേ ഉടമ്പടി വെച്ചതല്ല, അങ്ങനെ നിങ്ങൾക്കങ്ങനെ ഒത്തിരി പേര് നിങ്ങളങ്ങനെ വെക്കും. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ കൂട്ടുകാരത്തി ഇവളെ വിളിച്ചു പറഞ്ഞു, നീ അറിഞ്ഞില്ലേ, എന്താണെന്ന് ചോദിച്ചേ. അപ്പോഴിവളൊരു പമ്മി. അപ്പോൾ അവൾ അറിഞ്ഞിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് കേൾക്കാൻ പോണത്. അപ്പോൾ അവൾക്ക് കേൾക്കാൻ പറ്റുന്ന കാര്യമല്ല പറയാൻ പോണത്. കാര്യം ഇവളുടെ ആങ്ങളയെ ബൈക്കിൽ പോയപ്പോൾ കാറിടിച്ചു. അപ്പോൾ അത് വളരെ സീരിയസ് ആയിപ്പോയി. ആൾ ICUവിലാണ്, വെന്റിലേറ്ററിലാണ്. പക്ഷേ നീ കാര്യം പറയാൻ പറഞ്ഞ് ആങ്ങളെ വണ്ടി ഇടിച്ചു എന്ന് പറഞ്ഞു. വണ്ടി കണ്ടിട്ട് ആൾക്കാർ പറയണത് അത് വളരെ മോശമായ രീതിയാണ് പറയണത്. കണ്ടവരാണ് എന്നോട് പറയണമെന്ന് പറഞ്ഞു. ആങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്ന് പറഞ്ഞു. പക്ഷേ എടുത്ത ശ്വാസത്തിൽ ഫസ്റ്റായിട്ട് ബ്രീത്തിൽ ഇവളെന്നാ പറയുന്നത് അറിയാമോ? അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ലെന്നാണ് പറയണത്. അവന് ഒന്നും സംഭവിക്കത്തില്ല. എന്താ കാര്യം? അവൻ്റെ കാര്യം ഞാൻ അമ്മനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നാണ്. പ്രൈസ് ദ ലോർഡ്. ഇതാണ് ഉടമ്പടി അവെയർനെസ് എന്ന് പറയണത്. അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല, അവനൊന്നും സംഭവിക്കത്തില്ല. കാര്യം എന്താണ്? അവൻ്റെ കാര്യം ഞാൻ അമ്മനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറയും. കാര്യം അവൻ്റെ മദ്യപാനം മാറാൻ വേണ്ടി അമ്മയോട് അവൾ ഉടമ്പടി വെച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ പല കാര്യവും പട്ടികയിൽ പല കാര്യം വെച്ച പോലെ കാഷ്വലായിട്ടൊരു സാധനം കുത്തിക്കയറ്റിയതല്ല ഈ സംഭവം. അതാണ് ഈ ഉടമ്പടി എടുക്കണമല്ല പ്രശ്നം. നിങ്ങൾ എടുക്കുമ്പോൾ വാട്ട് ഫീലിംഗ് യു ഹാവ്, നിങ്ങൾ എന്ത് ബോധമാണ് നിങ്ങൾക്കുള്ളത്, അതാണ് ഞാൻ പറയുന്നത്. ഒക്കട്ടെ എന്ന് പറഞ്ഞ് ഇപ്പോൾ 5 കാര്യം 6 കാര്യം വെക്കാമല്ലോ, അതിലൊരു കാര്യം ഇതും കൂടി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ വെച്ചാൽ അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലം, നിങ്ങൾക്ക് ഒരു മുടന്തം വിശ്വാസത്തിലാണല്ലോ അത് ചെയ്യണത്. അങ്ങനെ ഒരെണ്ണമെങ്കിലും അങ്ങനെ ഒരു ചത്ത ഉടമ്പടി വെച്ചാൽ
ആ ഉടമ്പടി ഒരു വിഷയമെങ്കിലും ചത്ത ഉടമ്പടി വെച്ച് കഴിഞ്ഞു. ചത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ര കണ്ട് യു ആർ നോട്ട് സീരിയസ് അബൌട്ട് ദാറ്റ്. ആ വിഷയം നടന്നാൽ കൊള്ളാം, നടന്നില്ലെങ്കിലും കൊള്ളാം എന്ന് നിങ്ങൾ വെച്ചിരിക്കുകയാണ്. നടന്നേ മതിയാവൂ എന്നൊന്നുമില്ല. അങ്ങനെ പറഞ്ഞാൽ ഇതിനകത്ത് കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ചത്ത ഉടമ്പടി എന്ന് പറയുന്നത്. ചത്ത ഉടമ്പടിയുടെ 6 കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഒരെണ്ണം ഇങ്ങനെ കാഷ്വലായിട്ട് വെച്ചിരിക്കുന്നതാണ്. അത് ചത്തുപോയി കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് നിങ്ങളുടെ എല്ലാ ഇൻറ്റൻഷനും അത് ബാധിക്കും. കാര്യം എന്താണ്? നിങ്ങളല്ലേ വെക്കണത്. നിങ്ങളല്ലേ വെക്കണത്. അതായത് അത്ര കണ്ട് ദൈവത്തിൽ ഒക്കട്ടെ എന്നുള്ള മുടന്തം വിശ്വാസമുള്ള നിങ്ങളാണ് ആ ഒരു സാധനം വെച്ചിരിക്കുന്നത്. ആ ആൾ തന്നെയല്ല മറ്റഞ്ചെണ്ണം വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് അടിസ്ഥാനപരമായ ഉടമ്പടി, അടിയന്തരമായ ഉടമ്പടിയാണെങ്കിലും ഇതുപോലെയുള്ള അലവലാതി കാര്യങ്ങൾ കിട്ടിയാൽ ഊട്ടിയെന്നൊക്കെ ഞാൻ പറയുന്നത് ഇടയ്ക്ക്. അതുപോലെ ഒരു ഗാംബ്ലിംഗ് ആയിട്ട് ഒക്കട്ടെന്നും പറഞ്ഞ് ഒരു സാധനം ഉടമ്പടി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒക്കട്ടെ സാധനം തന്നെയായിരിക്കും എല്ലാത്തിനെയും ബാധിക്കുന്നത്. അങ്ങനെ ഒരിക്കലും ഉടമ്പടി ചെയ്യരുത്. നിങ്ങൾക്ക് വെച്ചില്ലേ കുഴപ്പമില്ല, 0 ഇട്ട് വെച്ചാൽ മതി. വെക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പക്കയായിരിക്കണം. അതിനെക്കുറിച്ച് അത് ഇല്ലാതെ നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ സീരിയസ് ആയിരിക്കണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. എനിക്കൊരു പ്രിപ്പറേറ്ററി പ്രെയർ നല്ലതാണെന്ന് തോന്നണം. ഉടമ്പടി പരിശുദ്ധാത്മ ദാനങ്ങളിലാണ് ഇതിങ്ങനെ വർക്ക് ചെയ്ത് പോണത്. ദാനങ്ങൾ അതിപ്പോൾ 1 കൊറിന്ത്യർ 12:8 കൂടുതൽ ദാനങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ആവശ്യമായ രീതിയിൽ ആരാധനയ്ക്ക് പ്രാർത്ഥിച്ചിട്ട് ഈ ദാനങ്ങൾ സ്വീകരിക്കുന്നൊരു സമയമാണ്. 1 കൊരിന്ത്യർ 11:8. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 12:8. ഒരേ ആത്മാവ് തന്നെ ഒരാൾക്ക് വിവേകത്തിന്റെ വചനവും എന്ന് പറഞ്ഞ ഒരേ ആത്മാവ് തന്നെ ഒരാൾക്ക് വിവേചനത്തിന്റെ വചനവും. നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ തന്നെ അതിൽ പരിശുദ്ധാത്മാവോ ദുഷ്ടാത്മാവോ ലോകാത്മാവോ ഉണ്ടാകാം. ഒരു ഉടമ്പടി ഇരിക്കുന്ന വ്യക്തിക്ക് ലോകാത്മാവ് ഉണ്ടാകാൻ പാടില്ല. അപ്പം തന്നെ അത് വിവേചിക്കണം. ഉടനെ ഓട്ടോമാറ്റിക് വിവേചനം വരേണ്ടതാണ്. എന്താ പ്രശ്നം വെച്ചാൽ നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളിലും ലോകാത്മാവും ഉണ്ടാവും, ദുഷ്ടാത്മാവും ഉണ്ടാവും. ലോകാത്മാവ് എന്ന് വെച്ചാൽ വ്യക്തികൾക്ക് അഹങ്കാരം ഉണ്ടാവും. അഹങ്കാരം മൂത്ത വർത്തമാനങ്ങൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവം. ഇപ്പോൾ ഒരാൾ ഒരു കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ അതിനെ നിഷേധിച്ചുകൊണ്ട് വേറൊരു സംഭവം പറഞ്ഞു. അപ്പോൾ ഉടനെ ആത്മാവ് നിവേചിക്കണം. ഇത് നിൻ്റെ അഹങ്കാരമാണ്, നീ പറയണറിയാം, നിനക്ക് തെറ്റാണെന്നറിയാം, പക്ഷേ ഇവിടെ ജയിക്കാൻ വേണ്ടി ഒരു അഭ്യാസം കാണിക്കുകയാണ്. അതാണ് വിവേചനം. നിനക്ക് തന്നെ അറിയാം നീ പറയണത് പുട്ടത്തരമാണെന്നറിയാം, പക്ഷേ ഇവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി നീ ഒരു നമ്പർ കാണിക്കുകയാണ്. ദാറ്റ് മീൻസ് അതാണ് ഒരു വിവേചനമെന്ന് പറയുന്നത്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കണം. ആരും പറഞ്ഞു തരണ്ട. ആ വിവേചനം ദാനമാണ്. ഈ ദാനങ്ങൾ ശക്തിപ്പെട്ടാൽ മാത്രമേ വരങ്ങൾ ഉണ്ടാകത്തുള്ളൂ, ഫലങ്ങൾ ഉണ്ടാകത്തുള്ളൂ. വരങ്ങളല്ല, ഫലങ്ങളെന്ന് പറയുമ്പോൾ ഇത് ഉടമ്പടിയുമായിട്ട് കണക്റ്റഡാണ് ശരിക്കും. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, പരിശുദ്ധ ഉടമ്പടി സത്യമായി ചെയ്യാൻ, സത്യസന്ധമായി നിറവേറ്റാൻ അതിൻ്റെ പ്രാഥമികമായ അടിത്തറയായ പരിശുദ്ധാത്മാ ദാനങ്ങളാൽ, അറിവിനാൽ, വിവേകത്താൽ, ജ്ഞാനത്താൽ, വിവേചനത്താൽ എന്നെ അഭിഷേകം ചെയ്യണം. ഞാൻ അച്ഛൻ ആദ്യമേ പറഞ്ഞത് എന്താണ്? ഉടമ്പടി ഒരു അവെയർനെസ്സാണ്. ഒരു പക്ഷേ ഷാർപ്പ് ആൻഡ് സീരിയസ് അവെയർനെസ്സാണ്. സാധാരണ ഒരു ലോ ലെവലിലുള്ള ഓർഡിനറി അവെയർനെസ് അല്ല, ഷാർപ്പാണ്. കാര്യം ദൈവവുമായിട്ട് അതർ കക്ഷി ദൈവമാണ്. മനസ്സിലായില്ലേ? അതിൻ്റെ പ്രശ്നം വെച്ചപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരാൾ വരുന്നു എന്ന് വിചാരിച്ചോ. നിങ്ങളുടെ വീട്ടിൽ ഒരാൾ വരുന്നു, അയൽവാസി വരുന്നു. നമുക്കറിയാം അയൽവാസിയെക്കുറിച്ചുള്ള അവയർനെസ്സിനെ കൊണ്ട്. അപ്പോൾ അതപ്പോൾ നിങ്ങൾ അടുക്കളയിൽ നിൽക്കുന്ന പടത്തിന് നിൽക്കും. അവൾ എങ്ങനെ കറങ്ങി തിരിഞ്ഞ് അടുക്കളയിൽ വന്നോളൂ എന്ന് വിചാരിക്കും. അല്ലേ കറക്റ്റേ? ഏറ്റവും അടുപ്പമുള്ള കൂട്ടുകാരത്തിയാണെങ്കിൽ അങ്ങനെ നമ്മൾ പിന്നെ അവിടെ. പക്ഷെ ആളെ കൂടി അതൊരു മിനിസ്റ്റർ ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സൈറ്റ്മെൻറ്റായി
പിന്നെ നിങ്ങൾ വീടും കോലവും നമ്മുടെ ഡ്രസ്സുമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് പിന്നെ ആകപ്പാട് പ്രശ്നമായി. ഒന്നെങ്കിൽ പറ്റാത്തതാണെങ്കിൽ നിങ്ങൾ ഒളിച്ചോടിക്കളയും, നാട് വിട്ടു പോകുന്നത് ഇല്ല. നിങ്ങൾക്ക് അതായത് നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റാത്ത നിങ്ങളുടെ ഇടം പോണ ഒരു അവസ്ഥയിലേക്കാണെന്നുകൊണ്ട് നിങ്ങൾ ആകപ്പാട് ചളിപ്പാവും, ചമ്മലാവും ശരിക്കും. ഇതിപ്പോൾ ആരാണ് ഉടമ്പടിയോട് വരുമ്പോൾ ദൈവമാണ് അതർ സൈഡ് വരണത്. അതെൻ്റെ വിഷയം. ഷാർപ്പായിരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം അതാണ്. നമ്മൾ ഉടമ്പടി ചെയ്തിരിക്കുന്ന ആരുമായിട്ടാണ്? ഇതിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ഒരു എളിമയെന്ന് പറയണത് അതാണല്ലോ ഇത് മുഴുവൻ വർക്കൗട്ട് ചെയ്യണത്. ദൈവം ഇത്രയും താഴ്ന്ന് നമ്മളുടെ ജീവിതാവസ്ഥകളിലേക്ക് വരാൻ ദൈവം ഒരു ഇടമുണ്ടാക്കിയത് കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടത്. അതുകൊണ്ടാണ് അത് ബൈബിളിൽ ആദ്യം മുതൽ പറയുന്ന സംഭവമാണ്. അവൻ പ്രകൃത്യാ ദൈവമായിരിക്കവേ ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ ദാസനായി. അതുകൊണ്ട് സമാന്തരമായിട്ട് ദൈവമായിട്ടാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളും ദാസൻ്റെ ലെവലിലേക്ക് റീസെറ്റ് ചെയ്യണം. ശരിക്കും എളിമ, വിനയം, വിശ്വസ്തത, കാര്യം ഇതെല്ലാം കുറേ ഗുണങ്ങളുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ നിലവാരമുള്ള സാക്ഷ്യങ്ങളാണ് ഉടമ്പടി എന്ന് വരേണ്ടത്. അല്ല നിങ്ങൾ പറയുന്ന ലിറ്റിൽ സാക്ഷ്യം, ചെറിയ സാക്ഷ്യങ്ങളാണ്. ഇന്നലെ ഒരു ചേച്ചി ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ സാക്ഷ്യം എന്ന് പറയുമ്പോൾ ആ സാക്ഷ്യം തിരഞ്ഞെടുത്തിൽ വന്ന മിസ്റ്റേക്കാണ്. സാക്ഷ്യം അത് ഉടമ്പടി സാക്ഷ്യം അല്ല. അത് ചുമ്മാ പൈപ്പിൻ്റെ വീട്ടിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചേച്ചിമാർക്ക് പറയാൻ പറ്റിയ എന്തൊരു സംഭവമാണ്. അതിങ്ങനെ നാണം കിട്ടുപോയി അത് കേട്ടപ്പോൾ. വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിച്ചത്? അവർ പറഞ്ഞ സാക്ഷ്യത്തിലേ ഉള്ളൂ അവർക്ക് ജോലിയില്ലായിരുന്നു. അത് ചെറിയ ജോലിയാണ്. അപ്പോൾ ഭർത്താവിൻ്റെ ജോലി സ്ഥലത്ത് ആ കെട്ടിടത്തിൽ തന്നെ അവർക്ക് ജോലി കിട്ടി. പിന്നെ അവരെന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഓപ്പറേഷൻ ഭർത്താവിന് ഒരുമിച്ച് വന്നു. അപ്പോൾ അത് ഒരുമിച്ച് 3 ചെയ്യണമെന്ന് ഞങ്ങൾ ഡോക്ടറിനോട് പറഞ്ഞപ്പോൾ 3 ചെയ്യാമെന്ന് ഡോക്ടർ ഏറ്റു. അപ്പം ഞങ്ങളുടെ പൈസ ചോദിച്ചപ്പോൾ ഡോക്ടർ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ബില്ല് വന്നപ്പോൾ ഞങ്ങളുടെ കാശില്ലാഞ്ഞ് എന്ത് വിഡ്ഢിത്തരമാണ്. 3 ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഇവർ അങ്ങോട്ട് പറഞ്ഞിരിക്കുകയാണ്. അത് 3 ചെയ്യാമെന്ന് ആശുപത്രിക്കാർ പറഞ്ഞിരിക്കുകയാണ്. ബില്ല് വന്നപ്പോൾ കാശില്ലെന്ന് കൊടുക്കാൻ. ഇങ്ങനെയൊക്കെയുള്ള വിഡ്ഢിത്തരങ്ങളൊക്കെ വന്ന് ഇവിടെ ഇന്നലെ പറഞ്ഞതാണ്. എനിക്കാണെങ്കിൽ ഞാൻ അവ പിടിച്ചു ചേർത്ത് ശരിക്കും പൂച്ച വിട്ടത്. വെച്ചാൽ അതെന്താ പ്രശ്നം? നിങ്ങൾക്ക് ഉടമ്പടിയെക്കുറിച്ച് വ്യക്തതയില്ലെങ്കിൽ ഇതുപോലെയുള്ള കിണറ്റിൻ ചവിട്ടി പറയാൻ പറ്റിയ പെൺവർത്തമാനങ്ങളായി സാക്ഷ്യം അധപ്പതിക്കും. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഉടമ്പടിയുടെ റെലം പറയണത്. എൻ്റെ കാര്യം ഉടമ്പടി എന്ന് പറഞ്ഞാൽ അതിനൊരു വേറെ ഒരു ലെവൽ പ്രാർത്ഥനയാണത്. അതുകൊണ്ടാ വെച്ചാൽ നമുക്കറിയാമല്ലോ, മെറിറ്റ് ആൻഡ് ഡീമെറിറ്റ്സ് ആയിട്ടാണ് ദൈവം ലോകത്തിലുള്ള എല്ലാം തിരിച്ചിരിക്കുന്നത്. മെറിറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഉടമ്പടി ചെയ്യേണ്ട കാര്യമില്ല. മെറിറ്റ് ആൻഡ് ഡീമെറിറ്റ്സ് ബൈബിൾ വിഷയങ്ങളെ തിരിക്കണത് മെറിറ്റ് ആൻഡ് ഡീമെറിറ്റ്സ് ആയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ യോഗ്യതയും അയോഗ്യതയും. ആ വിഷയത്തിന് അയോഗ്യമാണെങ്കിൽ മാത്രമേ നിങ്ങൾ ഉടമ്പടി ചെയ്യേണ്ട കാര്യമുള്ളൂ. യോഗ്യമാണെങ്കിൽ ചുമ്മാ ബ്ലെസ്സിങ്സിൻ്റെ ആവശ്യമേ ഉള്ളൂ. അത് ഉടമ്പടി ആവശ്യമില്ല. അതൊന്ന് വേന കൂടിയാൽ, ജവമാല ചെല്ലിയാൽ, വീട്ടിലിരുന്ന് വേറെ എന്ത് പ്രാർത്ഥന കൂടിയാലും മതി. കുറഞ്ഞമായും പറഞ്ഞ മനസ്സിലായല്ലേ? അത് വളരെ സീരിയസ് വിഷയമാണ്. അതായത് ബൈബിൾ വിഷയങ്ങളെ തിരിക്കുന്ന 2ആയിട്ടാണ്, മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യോഗ്യതയുള്ള വിഷയം, നിങ്ങൾക്ക് യോഗ്യതയില്ലാത്ത വിഷയം. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഡോക്ടർ പറയണ ഇത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ടോം ഫിലിപ്പ് എന്നും പറഞ്ഞ ഒരു മകൻ്റെ സാക്ഷ്യം ഉണ്ടായിരുന്നു. ടോം ഫിലിപ്പിന് കുറച്ച് നാളായിട്ട് മക്കളില്ല. പിന്നെ മക്കളെ കിട്ടിയപ്പോൾ അയാൾക്ക് ഭയങ്കര സന്തോഷമായി. 2 മക്കളെ കിട്ടി ഒരുമിച്ച്. പെട്ടെന്ന് വൈഫ് പ്രഗ്നൻ്റ് ആയപ്പോൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് സംഭവിച്ചതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇവർ ഉടമ്പടി എടുത്തിരിക്കുന്നത്. അതായത് ഈ മക്കളില്ലായിരുന്നിട്ട് അവർക്ക് പെട്ടെന്ന് ഒരു 3 കൊല്ലം കഴിഞ്ഞപ്പോൾ അവർക്ക് മക്കളെ കിട്ടിയപ്പോൾ പെട്ടെന്ന് ഒരു ഗർഭപാത്രത്തിൽ 2 കുഞ്ഞുങ്ങൾ കഴിയപ്പോൾ ഇവർക്ക് നല്ല പക്ക സന്തോഷമായി. അപ്പോഴവരങ്ങനെ ജീവിച്ച് വരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കുഞ്ഞ് വയറ്റിൽ കിടന്ന് മരിച്ചുപോയി കഴിഞ്ഞപ്പോൾ പിന്നെ അതവിടെ മരിച്ച് കിടക്കുകയാണ്. മറ്റേ കുഞ്ഞ് അവിടെ ജീവിച്ചിരിപ്പുണ്ട് ഗർഭപാത്രത്തിൽ. അതാണ് ടോം ഫിലിപ്പിൻ്റെ സാക്ഷ്യം. എരിമേലിക്കാരനാണ്. അപ്പോഴേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി മരിച്ചു പോയത് ഇവർ ഡോക്ടർ പറഞ്ഞു. അപ്പോഴേ ഇവർക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. അപ്പം സങ്കടമല്ല പ്രശ്നം, ഈ മരിച്ച കുഞ്ഞ് വയറ്റിൽ കിടക്കുകയാണ്. മറ്റേ കുഞ്ഞ് അവിടെ ജീവിച്ചിരിപ്പുണ്ട്.
വൈദ്യശാസ്ത്രം എന്ത് പറയും? ഡോക്ടർ പറഞ്ഞു ഈ കുട്ടി മരിച്ചില്ലേ, മറ്റേ കുഞ്ഞ് മരിച്ചില്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് കുറച്ച് കഴിയുമ്പോൾ ആ മരിച്ച കുഞ്ഞിൻ്റെ ബ്ലഡ് രണ്ടും ഒരേ സർക്കുലേഷനാണല്ലോ. ആ ബ്ലഡ് മോശം ബ്ലഡല്ലേ, അത് ചത്ത കൊച്ചിൻ്റെ ബ്ലഡ് ഈ കുട്ടിയിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ കുട്ടി ചിലപ്പോൾ ബ്രെയിനായിട്ട് ഓർമ്മ ഈ തലവിലെ പിള്ളേർ, അതുപോലെ തന്നെ ഓർമ്മയില്ലാത്ത കുട്ടികൾ, സംസാരിക്കാൻ ശേഷിയില്ലാത്തത്, ആന്തരിക അവയവങ്ങൾ ഡാമേജ് ആയ കുട്ടിയായിട്ടായിരിക്കും അടുത്ത രണ്ടാമത്തെ കുഞ്ഞും ഇപ്പം ഒന്നെങ്കിൽ മരിക്കും, പുറത്ത് വരികയാണെങ്കിൽ അതിന് അംഗവൈകല്യങ്ങളും പല പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന് പറയും. അപ്പോഴേ ഈ ടോം ഫിലിപ്പ് എന്നാ ചെയ്തിരിക്കണത്, അദ്ദേഹം അപ്പോഴാണ് വന്ന് ഉടമ്പടി ചെയ്യണത്. കാര്യം ഒരു കുഞ്ഞ് മരിച്ചുപോയി, ഭാര്യയുടെ വയറ്റിൽ കിടപ്പുണ്ട്. അപ്പോൾ അടുത്ത കുഞ്ഞ് ഓപ്പറേറ്റ് ചെയ്ത് മാറ്റണമെന്നാണ് ഡോക്ടർ പറയണത്. ഓപ്പറേറ്റ് ചെയ്ത് മാറ്റണമെന്നാണ് പറയണത്. അപ്പം അങ്ങനെ മാറ്റുമ്പോൾ പിന്നീട് ഗർഭം ധരിക്കണമൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് വിഷയമാണ്. അപ്പോൾ ഇവിടെ ഈ മനുഷ്യനെ ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ വന്ന് ഈ എമർജൻസി കേസ് ഞാൻ കാണുമല്ലോ, അതെന്താ കാരണം ഇതാണ്, ഇതുപോലുള്ള കേസ് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ എന്നോട് പറഞ്ഞ് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ അതിനെക്കുഞ്ഞ് ഡോക്ടർ പറഞ്ഞത് അതിനെക്കൂടി എടുത്ത് കളയണമെന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ആ ചത്ത കൊച്ചിൻ്റെ ബ്ലഡ് ഇങ്ങോട്ട് കയറാൻ സാധ്യതയുണ്ട്, അങ്ങനെയെങ്കിൽ ഇത് ഈ കുട്ടി കൊളാപ്സായി പോകും, വൈഫിനും കുഴപ്പമുണ്ടാകും എന്നൊക്കെയാണ് പറയണത്. അപ്പം ഞാനത് ഉടനെ ഉടമ്പടി എടുത്ത് കഴിച്ചിട്ടല്ലേ കാണുന്നത്. അപ്പം ഞാൻ ഉടനെ ഞാൻ കൂളായിട്ട് പറഞ്ഞു ഉടമ്പടി തൈലം വയറ്റി പുരട്ടി കൊടുക്കാൻ പറഞ്ഞു. അത്രയേ ഉള്ളൂ, വേറെ ഒരു സൊല്യൂഷനും ഇല്ല. ഉടമ്പടി തൈലം ഭാര്യയുടെ അടിവയറ്റിൽ പുരട്ടി കൊടുക്കാൻ പറഞ്ഞു, കുറിച്ചിട്ട് വിശ്വാസപ്രമാണം പുരട്ടി കൊടുക്കാൻ പറഞ്ഞു. ദാറ്റ്സ് ഓക്കെ. അല്ലെങ്കിൽ ഞാൻ എടുത്ത് കളയണമെന്ന് ഞാൻ പറഞ്ഞില്ല. അല്ലെങ്കിൽ എനിക്ക് വേണേൽ പറയാം, ഡോക്ടർ പറയണ പോലെ ചെയ്യാൻ പറയാം. അപ്പം കർത്താവ് എന്നെ പിടിക്കും, പിന്നെ നിന്നെ എന്തിനാണ് ഇവിടെ വെച്ചിരിക്കണമെന്ന് ചോദിക്കും. അതിലെ പ്രശ്നം. നിനക്ക് വിശ്വാസമില്ലാത്ത ഉടമ്പടി തൈലം നീ എന്തിനാണ് ജനങ്ങൾക്ക് കൊടുക്കണമെന്ന് ചോദിക്കും. അതാണ് പ്രശ്നം. അപ്പം ഞാൻ അല്പം സംശയമില്ല പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ആ കുട്ടി മരിക്കത്തില്ല. കുട്ടിയെ കർത്താവിൻ്റെ ഉടമസ്ഥയിൽ ഏൽപ്പിക്കണം. നീ ഉടമ്പടി തൈലം എടുത്തിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് നീ വൈഫിൻ്റെ അടിവയറ്റ് തേച്ച് കൊടുക്കാൻ പറയും. അതോടുകൂടി ആ കുട്ടി രക്ഷപ്പെട്ട്, ആ കുട്ടിയെ കൊണ്ടാണ് അയാൾ സാക്ഷ്യം പറയാൻ വന്നിരിക്കണത്. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഉടമ്പടി ലെവലെന്ന് പറയണത്. ഉടമ്പടി എന്ന് പറയണത് അതിൽ നേർച്ച വസ്തുക്കൾ പ്രവർത്തിക്കണം മാത്രമല്ല, അത് ഇപ്പം നിങ്ങൾ ഒരു ജനറേറ്റർ, ഇപ്പം നമ്മൾ ഈ കറക്റ്റ് സ്റ്റാർട്ടാക്കണ ഒരു ജനറേറ്റർ ഇല്ലേ, ആ ജനറേറ്റർ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ജനറേറ്ററിന് നമുക്ക് വേണമെങ്കിൽ ഒരു 30,000 വാട്ട് വർക്ക് ചെയ്യുന്ന ആണെന്ന് വിചാരിച്ചോ. അത് നല്ല ജനറേറ്ററൊക്കെയാണ്. പക്ഷേ കറക്റ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള അത് ആളിനില്ലെങ്കിൽ എന്ത് പറ്റും? ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. ഇത് നല്ല വാട്ടുള്ള ജനറേറ്ററാണ്, ഇതിന് 10 ലക്ഷം രൂപയാണെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് കറക്റ്റ് സ്റ്റാർട്ട് ചെയ്യണത് ആരാണ്? അവന് ആരോഗ്യം വേണം ഇല്ലേ? ഉടമ്പടി എടുക്കാൻ അതിൻ്റേതായിട്ടുള്ള ഒരു ആരോഗ്യം ഉണ്ടാകണം, ആത്മീയ ആരോഗ്യം. അത് പ്രശ്നമാണ്. ഉടമ്പടി എടുക്കുമ്പോൾ അതിനൊരു നിലപാടുണ്ട്. ഇപ്പം ഞാനെന്താ പറഞ്ഞത്, ഒരു കുഴപ്പമില്ല, ഡോക്ടർ പറഞ്ഞ് എടുത്ത് കളയണം, അല്ലെങ്കിൽ മോശം ബ്ലഡ് കയറിയിട്ട് കുട്ടിയുടെ ആന്തരിക അവയവങ്ങൾ ദ്രവിച്ചു പോകും, അത് കുട്ടിക്ക് ഓർമ്മ ഉണ്ടാകത്തില്ല, പിന്നെ കുറച്ച് കഴിയുമ്പോൾ കൊച്ചു ചിലപ്പോൾ ചത്തുപോയെന്ന് വരുമെന്ന്. അപ്പോൾ ഞാൻ പറയും, നീ ഉടമ്പടി തൈലം കൊണ്ടുപോയി വിശ്വാസ പ്രമാണം ചൊല്ലി ഭാര്യയുടെ അടിവയറ്റി പെട്ടി കൊടുക്കാൻ പറയും. പക്ഷേ ഈ ടോം ഫിലിപ്പിനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യമുണ്ട്. ഞാൻ പറയുമ്പോൾ പിന്നെ സെക്കൻഡ് ഒപ്പീനിയൻ അയാൾ പോണില്ല. ഞാൻ പറഞ്ഞു, അച്ഛനിങ്ങനെ പറഞ്ഞു, എന്നാലും എൻ്റെ അമ്മയുടെ അനിയത്തിൻ്റെ മകൻ ഡോക്ടറാണ്, MD ആണ്, അമേരിക്ക പഠിച്ചതാണ്, അവനും കൂടെ ചോദിച്ചേക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉടമ്പടി തൈലത്തിൻ്റെ വിഷയം തീർന്ന് അവിടെ വെച്ച് തീരും. എന്താ കാര്യം? സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുന്നതുകൊണ്ടാണ്. സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കരുതെന്നല്ല, അത് വിവേചിക്കാൻ പരിശുദ്ധാത്മാവ് പറയണം. പരിശുദ്ധാത്മാവ് വിവേചിക്കാൻ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ, തേർഡ് ഒപ്പീനിയൻ എടുത്തുകൊള്ളാൻ പരിശുദ്ധാത്മാവ് വിവേചിച്ച് വിവേകം നൽകിയാൽ തീർച്ചയായിട്ടും നമുക്കത് ചെയ്യാൻ പറ്റും. പക്ഷേ അതേസമയം തന്നെ കൺഫ്യൂഷൻ നിൽക്കുന്ന സമയത്ത് ആന്തരികമായ ബോധ്യം നൽകുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ ദാനമെന്ന് പറയണത്. മനസ്സിലായില്ലേ? പരിശുദ്ധാത്മാവ് ദാനം ആവശ്യമായി വരണത് അതായത് ഇപ്പം ഞാനിത് പറഞ്ഞില്ല അവനോട്, കുട്ടി മരിക്കുമെന്ന് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് ചളുപ്പില്ല, ഞാൻ ഒരു സംശയമില്ലാതെ പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ല, അത് ചെയ്താൽ മതിയെന്ന് പറഞ്ഞാൽ അത് വിശ്വാസത്തിൻ്റെ ഒരു വിഷയമാണ്. നമ്മൾ കുറച്ച് ആലോചിച്ച് എന്താണ് ചെയ്യേണ്ടത്, അവരോട് അങ്ങനെ പറഞ്ഞാൽ മതിയോ അതാ ഇങ്ങനെ പറയണോ എന്നൊക്കെ പറഞ്ഞാൽ പിന്നീട് ലെവൽ മാറി. വിശ്വാസം എന്ന് പറഞ്ഞാൽ സ്പീഡാണ്.
ഇപ്പം നീ ഒരു മലയോട് ചെന്ന് കടലിൽ ചെയ്ത് നിൽക്കാൻ ഹൃദയത്തിൽ ശങ്കിക്കാതെ പറഞ്ഞാൽ അതനുസരിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞില്ല. അപ്പം ഹൃദയത്തിലുള്ള ശങ്ക എന്ന് പറയണത് നിങ്ങൾ ഒരു വലിയ വില്ലനെപ്പോലെ നമ്മൾ മരണം വരെ ഫൈറ്റ് ചെയ്യേണ്ട ഒരു സാധനമാണ്. വിശ്വാസം എന്ന് പറയണതല്ല, വിശ്വാസത്തിൻ്റെ വില്ലനെയാണ് നമുക്ക് എപ്പോഴും ടാർഗറ്റ് ചെയ്യേണ്ടത്. വിശ്വാസം പറയാം അതിന് എതിരായുള്ള സാധനം എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. വിശ്വാസത്തെ വളർത്തണതിന് അതിൻ്റെ എതിരായിട്ടുള്ള സംഭവത്തെ നമ്മൾ എപ്പോഴും, വിശ്വാസത്തെ വളർത്താൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എതിരായിട്ടുള്ള അവിശ്വാസത്തെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്താ പറയണത്? എൻ്റെ അവിശ്വാസത്തെ 9:24 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 9:24 ഉടനെ കുട്ടിയുടെ പിതാവ് വിളിച്ചു പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. ഇവിടെ പറഞ്ഞ ഒരു കുട്ടിയുടെ അപ്പൻ കുട്ടി അസുഖമായി കിടക്കുമ്പോൾ ഈശോയുടെ അടുത്ത് വരണതാണ്. അവന് പിശാചബാധ എന്താ പ്രശ്നമാണ്. അപ്പോൾ ഈശോ പറയുമ്പോൾ നീ ഇത് വിശ്വസിക്കുമോ, എനിക്കത് ചെയ്യാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? അവൻ പറഞ്ഞു ഓക്കെ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ അവന് തോന്നും ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ടോ എന്ന് അവയൊക്കെ സംശയം. പക്ഷെ ആ സംശയത്തിന് അയാൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അയാൾ എന്താ പറയണത്? മർക്കോസ് 9:24 ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസം പരിഹരിച്ച്. എൻ്റെ ഒന്ന് പറഞ്ഞ എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. അപ്പോഴേ വില്ലൻ, വിശ്വാസത്തിൻ്റെ വില്ലൻ ആരാണ്? സംശയമാണ്. അതിന് വിളിക്കുന്ന പേരെന്താണ്? അവിശ്വാസം എന്നാണ്. അവിശ്വാസം ആരാ പരിഹരിക്കേണ്ടത്? അയൽവാസിയാണോ പരിഹരിക്കേണ്ടത്? അല്ല, കർത്താവാണ് പരിഹരിക്കേണ്ടത്. അതാണ് അയാൾ പറയണത്. അയാൾ എന്ത് കൃത്യമായിട്ടാണ് പറയണത്? ഞാൻ വിശ്വസിക്കുന്നു, പക്ഷേ എൻ്റെ അവിശ്വാസം പരിഹരിക്കണമേ. എന്നും നമ്മൾ ദൈവതിരുസന്നിധി പറയേണ്ട ഒരു കാര്യമാണ്. എന്താണ്? അവിശ്വാസം പരിഹരിക്കണമേ. നമ്മളൊരു വീട്ടിൽ ചെന്ന് വഴിയാത്രയിൽ വെള്ളം ചോദിക്കണമെന്ന് വിചാരിച്ചോ? അപ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? വെള്ളം ചോദിക്കുമ്പോൾ നമ്മൾ പാത്രം ചോദിക്കുന്നുണ്ടോ? വെള്ളത്തിന് ഒരു പാത്രത്തിൽ ഇത്തിരി വെള്ളം തരാനാണ് പറയണത്, അതാ വെള്ളം തരാനാണ് പറയണത്. അത്ര പ്രശ്നം. നിങ്ങൾ വിശ്വാസം ചോദിക്കുമ്പോൾ നിങ്ങൾ ഇപ്സോഫാത്തോ യു ആർ പ്രീസപ്പോസിങ് ദാറ്റ് ഇറ്റ് ഈസ് അത് ബ്രിങ് ചെയ്യണത്, നമുക്ക് തരണത് പരിശുദ്ധാത്മാവിനെയാണ് നമ്മൾ ചോദിക്കണത്. മനസ്സിലായ കാര്യം? വിശ്വാസം പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ വിശ്വാസം വർദ്ധിക്കണമെന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ടാർഗറ്റ് ചെയ്യണത് എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ്. പരിശുദ്ധാത്മാവിനോട് ചോദിക്കണത് പരിശുദ്ധാത്മാ. അതുകൊണ്ട് ഐസയ 1 വായിച്ചോളൂ. ഐസയ 11:2 പരിശുദ്ധാത്മാവ് ദാനം. ശ്രദ്ധിക്കട്ടെ. യേശയ്യ 11:2 ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. 1 കൊരിന്ത്യർ 12:8 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 12:8 ഒരേ ആത്മാവ് തന്നെ ഒരാൾക്ക് വിവേകത്തിൻ്റെ വചനവും മറ്റൊരാൾക്ക് ജ്ഞാനത്തിൻ്റെ വചനവും നൽകുന്നു. ഒരേ ആത്മാവ് തന്നെ ഒരുവന് വിശ്വാസവും വേറൊരുവന് രോഗശാന്തിക്കുള്ള വരവും നൽകുന്നു. അപ്പോൾ അത് വിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് കേവല വിശ്വാസമൊന്നും പറഞ്ഞ സംഭവമില്ല. ഇപ്പോൾ ചില ആൾക്കാർ പറയുന്നില്ലേ, അമേരിക്ക നിങ്ങൾ പോയിട്ടില്ല, പക്ഷെ അമേരിക്ക അവിടെ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. അതുപോലെയുള്ള ഒരു കേവല വിശ്വാസമല്ല ബൈബിൾ വിശ്വാസം. ബൈബിൾ വിശ്വാസം പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ്. മനസ്സിലായില്ലേ? വിശ്വാസം, മാനുഷിക വിശ്വാസമുണ്ട്. എന്തുമാത്രം വിശ്വാസം. നമ്മുടെ അമ്മയാണ് നമ്മൾ പറയണത്, നമ്മുടെ അപ്പൻ ഇങ്ങേരാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. അതൊരു വിശ്വാസത്തെ നമ്മൾ അപ്പനായിട്ട് സ്വീകരിക്കുന്നു. ആ വിശ്വാസമല്ല ബൈബിൾ വിശ്വാസം. ബൈബിൾ വിശ്വാസം എന്ന് പറയുന്നത് ഇതുപോലെ മാനുഷിക വിശ്വാസമോ ഇൻഫറൻസോ ഒന്നുമല്ല, ഒരു സെക്കുലർ ഇൻഫറൻസ് ഒന്നുമല്ല ബൈബിൾ വിശ്വാസം. ബൈബിൾ വിശ്വാസം ബേസിക്കലി ഇറ്റ് ഇസ് എ ഫ്രൂട്ട് ഓഫ് ദി ഹോളി സ്പിരിറ്റാണ്, പരിശുദ്ധാത്മാവിൻ്റെ വരമാണ്. ഒരു ഉടമ്പടി മേജറായിട്ടുള്ള പ്രോജക്റ്റ് ചെയ്യുന്നതാണ് ഉടമ്പടി. അതിന് അനപേക്ഷിതമായി അനുധാരികളാണ് അടിസ്ഥാന ആത്മീയ പ്രമാണങ്ങളായിട്ട് ഞാൻ നിങ്ങളെ ഇപ്പോഴും ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.
ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു വിഷയം, അതായത് നമ്മൾ അറിയാം, ഇപ്പം ഞാൻ എന്താ ഈ ടോം ഫിലിപ്പിനോട് എന്നാ പറഞ്ഞത്, കുഞ്ഞ് മരിക്കത്തില്ല, നീ ഭാര്യയുടെ അടിവയറ്റിൽ കൊണ്ടുപോയിട്ട് ഇത് വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് ഉടമ്പടി തൈലം കുരിശ് വരച്ച് കുഞ്ഞിനെ ഈശോയ്ക്ക് ഉടമപ്പെടുത്താൻ പറഞ്ഞിരിക്കുകയാണ്. കുരിശ് വരക്കണേ എന്തിനാ? അതൊരു മുദ്രയാണ്, കുരിശിച്ച ഒരു സൈനാണ്, സീൽ. ഓഫീസിൽ നിന്നൊക്കെ ലെറ്റർ പേഡ് അടിക്കുമ്പോൾ അവർ സീലടിച്ചിരിക്കുകയാണ്, അതിനാണ് നമ്മുടെ കുരിശ് വരയ്ക്കണം. നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് എന്താ ചെയ്യണത്? പ്രത്യക്ഷീകരണ പ്രാർത്ഥനയ്ക്ക് നമ്മൾ കൈയും കാലും കഴുകി ഫ്രഷായിട്ട് വന്നിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന തുടങ്ങുമ്പോൾ നമ്മൾ എന്താ ചെയ്യണത്? ഉടമ്പടി തൈലം എടുത്തിട്ട് കുരിശ് വരക്കും. എന്തിനാണ് ഉടമ്പടി തൈലം എടുത്ത് കുരിശ് വരക്കണത്? കുരിശ് വരക്കും നമ്മൾ അറിയണം ഇതിനെക്കുറിച്ച്. അറിഞ്ഞില്ലെങ്കിൽ നമ്മളെ പൂച്ച മാത്രം പോലെ എന്തെങ്കിലും കാണിച്ചു കൊടുക്കും. ഇങ്ങനെ അതാണ് നിങ്ങൾക്ക് ചില ആൾക്കാർക്കെങ്കിൽ കൾട്ടിക്കായിട്ട് ചെയ്ത് കളയും, ടെക്നിക്കലായിട്ട് ചെയ്ത് കളയും. ഉടമ്പടി തൈലം എടുത്ത് എന്നൊക്കെ പറഞ്ഞു ഉറക്കപ്പിച്ച് എന്തെങ്കിലും കാണിച്ച് കൂട്ടും. പിച്ചുമ്പേയും പറഞ്ഞ പോലെ തന്നെ മറ്റൊരു പരിപാടി കാണിക്കും. അങ്ങനെ കാണിച്ചത് വർക്കൗട്ട് ചെയ്യത്തില്ല. നമ്മൾ ഇതിനെക്കുറിച്ചൊരു അവബോധം ഉണ്ടാകണം. ആചാരത്തിന് അർത്ഥം അറിഞ്ഞില്ലെങ്കിൽ അനാചാരമായിട്ട് മാറും. അനാചാരമൊന്നും സാധനമില്ലേ? അത് അനാചാരം എന്ന് പറഞ്ഞാൽ എന്താണ്? അർത്ഥം അറിയാതെ ആചാരം ചെയ്യുമ്പോഴാണ് അത് അനാചാരമായി മാറുന്നത്. അർത്ഥം അറിയുമ്പോഴാണ് അത് സദാചാരമായി മാറുന്നത്. ഇതൊരു സദാചാര ക്രിയയാണ് ശരിക്കും പറഞ്ഞാൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഉടമ്പടി തൈലം എടുത്തിട്ട് നെറ്റിക്ക് കുരിശ് വരക്കും. തലയിൽ കുരിശ് വരച്ചാൽ പിന്നെ ഹോൾ ബോഡി, നമ്മുടെ ചിന്തകൾ, വികാരങ്ങൾ, വർക്കുകൾ, ആ ദിവസത്തെ മുഴുവൻ ഇടപാടുകളെല്ലാം ദൈവത്തിന് ഞാൻ മുദ്ര വെക്കുന്നു. കർത്താവിനെ ഞാൻ ഉടമപ്പെടുത്തുന്നു. എന്താ കാര്യം? ഇത് ഐ വിൽ അതായത് ഇപ്പോൾ 92-ാമത്തെ സങ്കീർത്തനം 10-ാമത്തെ വാക്യം, ഐ വിൽ അനോയിൻറ്റ് യു വിത്ത് എ പ്യൂറസ്റ്റ് ഓയിൽ. അതാണ് സംഭവം. അതിൻ്റെ ഉടമ്പടി ആ വാക്യം നിന്നാണ് ഉടമ്പടി തൈലം ഉണ്ടാകണത്. ഞാൻ നിന്നെ എന്ത് ചെയ്യുമെന്നാണ്? ശുദ്ധമായ തൈലത്താൽ അനോയിൻറ്റ് ചെയ്യും. എന്തിനാണ് അങ്ങനെ അനോയിൻറ്റ് ചെയ്യണത്? ഞാൻ നിന്നെ അഭിഷേകം ചെയ്യും. ഇപ്പോൾ സങ്കീർത്തനം ഈ 92:10, ഞാൻ നിന്നെ ശുദ്ധമായ തൈലത്താൽ, പറഞ്ഞേ, ഞാൻ നിന്നെ ശുദ്ധമായ തൈലത്താൽ അഭിഷേകം ചെയ്യും. അഭിഷേകം ചെയ്യും. എന്തിനാണ് അങ്ങനെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ആ ആചാരത്തിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട്, ഐ വിൽ ഗിവ് യു ദ വൈൽഡ് ഓർ സ്ട്രെങ്ത്. അതാണ് അത് ഇംഗ്ലീഷ് കിടക്കണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് നിങ്ങൾ അനുഭവം ചെയ്യണത്? ഞാൻ നിനക്ക് കാട്ടുപോത്തിൻ്റെ ശക്തി നൽകും. മനസ്സിലായില്ലേ? ഞാൻ നിനക്ക്, നമ്മുടെ ബലഹീനതമായൊരു കാലത്തിൽ നമ്മൾ ഉടമ്പടി ചെയ്യണത് ഇല്ലേ? അപ്പം നമുക്ക് എന്താ വേണ്ടത്? ശക്തിയാണ് വേണ്ടത്. ഈ ശക്തി നേടാൻ വേണ്ടി ദൈവത്തിൻ്റെ വാഗ്ദാനമുണ്ട്. ഐ വിൽ ഗീവ് യു എന്നാണ്. നമുക്കറിയാമല്ലോ 8810 വാഗ്ദാനങ്ങളാണ് ദൈവത്തിലുള്ളത്. ഈ വാഗ്ദാനങ്ങൾ പ്രാപിക്കുന്ന ഒറ്റ സിംഗിൾ ആപ്പാണ് ഉടമ്പടി എന്ന് പറയുന്നത്. ആ ഉടമ്പടി എല്ലാം വാഗ്ദാനങ്ങളാണ്. അതിലൊരു വാഗ്ദാനമാണ് ഐ വിൽ അനോയിൻറ്റ് യു വിത്ത് ദ പ്യൂറസ്റ്റ് ഓയിൽ. ഞാൻ നിന്നെ ശുദ്ധമായ തൈലത്താൽ അഭിഷേകം ചെയ്തു. എന്തിനാണ് അഭിഷേകം ചെയ്യണത്? ഐ വിൽ. ഇപ്പം നമ്മൾ എണ്ണ തേക്കത്തില്ലേ? ചില ആൾക്കാർ കുഴമ്പ് തേക്കും നീര് പോകാൻ വേണ്ടി അല്ലേ? ചിലർ തലയിൽ എണ്ണ തേക്കും. എന്തിനാണ്? തല തണുക്കാൻ വേണ്ടി. തല തണുക്കാനും നീര് പോകാൻ വേണ്ടിയാണ് ഉടമ്പടി തൈലം തേക്കണത്? അല്ല. ബേസിക്കലി ഇറ്റ് ഈസ് മെൻ ഫോർ എംപവറിങ്. നമ്മൾ പവർ, അതായത് നമ്മൾ ഒറ്റക്കല്ല. ഇന്ന് മുതൽ ഞാൻ ഉടമ്പടി ചെയ്ത ദൈവം കൂടി എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ ശക്തനാണ്. കൈയടിച്ച് കർത്താൻ. അതായത് അതൊരു വാഗ്ദാനമാണ്. എന്താണ്? നമ്മൾ നിങ്ങൾ ഉടമ്പടി തൈലം വെളുപ്പിനെ എടുത്ത് നെറ്റിയിൽ കുരിശിടുമ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ വാഗ്ദാനം ഓർക്കണം. 12:30 സങ്കീർത്തനം 92:11 ആ വാഗ്ദാനം. റീഡ് ഇറ്റ്. ശ്രദ്ധിക്കട്ടെ. 92-ാം സങ്കീർത്തനം 10-11 തിരുവചനങ്ങൾ. എന്നാൽ അവിടുന്ന് എൻ്റെ കൊമ്പ് കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തി, അവിടുന്ന് എൻ്റെ മേൽ പുതിയ തൈലം ഒഴിച്ചു. പ്രൈസ് ദി ലോർഡ്. അതായത് കൊമ്പ് ശക്തി എന്നാണ് അതിൻ്റെ ഉദ്ദേശിക്കുന്നത്. ബൈബിൾ അത് മലയാളത്തിലെ വേർഷൻസ് അങ്ങനെ തർജ്ജമ ചെയ്തിരിക്കുന്നതാണ്. ഇംഗ്ലീഷ് വേർഷൻ ഐ വിൽ ഗിവ് യു ദ വൈൽഡ് ഓഫ് സ്ട്രെങ്ത് എന്നാണ് കിടക്കുന്നത്. ഇവിടെ കൊമ്പെന്നാക്കും. അത് ബൈബിളിലെ ശക്തിയുടെ പ്രതീകമായിട്ടാണ് കൊമ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പല വേർഷൻസ് ഉണ്ടാവും ഇതിനെ. അപ്പോൾ ഐ വിൽ ഗിവ് യു ദ വൈൽഡ് ഓഫ് സ്ട്രെങ്ത്. ഞാൻ കാട്ടുകാളയുടെ ശക്തി നിനക്ക് നൽകിയെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ശക്തി വെളുപ്പിനെ നമ്മളുടെ ജീവിതത്തിലേക്ക് വരികയാണ്.
എണ്ണ തേക്ക് ഈ തൈലം പൂശി കുരിശ് വരയ്ക്കുമ്പോൾ ഓർക്കണം എന്താണ്, യു ആർ എംപവേർഡ്. ഇത് എന്താണ്, എങ്ങനെയാണ് എംപവറിങ് ആകണത്? ശക്തി ആകണത് എന്താണ്? ശക്തി നമ്മൾ ഉടമ്പടി എടുത്തപ്പോൾ ദൈവം ചെയ്ത വാഗ്ദാനങ്ങളിൽ ഒന്നാണത്. നിങ്ങൾ ദൈവമായിട്ട് ഉടമ്പടിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ മുഴുവൻ ആരായി മാറും? നിങ്ങൾ അവകാശികളായി മാറും. മനസ്സിലായില്ലേ? ദൈവം നമുക്ക് തന്ന കാര്യങ്ങളുടെ എല്ലാത്തിൻ്റെയും അവകാശികളായി നമ്മൾ മാറുന്നത് ഈ ഉടമ്പടിയിലൂടെയാണ് മാറുന്നത്. ഉടമ്പടി എന്നൊരൊറ്റ സംഭവം മാത്രമേ വാഗ്ദാനങ്ങൾ അവകാശമാക്കാൻ ദൈവം നമുക്ക് നൽകിയിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഓർത്തിട്ട് വേണം ഈ തൈലം ആദ്യമേ തേക്കാൻ. ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് നിന്നെ ശക്തനാക്കുന്നത്. ശക്തനാക്കുമ്പോൾ എപ്പോഴും ഓർക്കേണ്ടത് എന്താ, എങ്ങനെയാണ് നമ്മൾ ശക്തനാകണത്? നമ്മൾ ശക്തനാകണത് എങ്ങനെയാണ്? ഇപ്പം ജോഷുവയോടും ദൈവം എന്താ പറഞ്ഞത്? എങ്ങനെയാണ് ജോഷുവാനെ ശക്തമാക്കിയത്? ജോഷുവാനെ ശക്തമാക്കിയത് എങ്ങനെയാണ്? ജോഷുവ 1:9 നമ്മൾ വായിക്കണില്ലേ? എന്താ പറഞ്ഞത്? ശക്തനും ധീരനുമായിരിക്കുക. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ തൈലം തേക്കുമ്പോൾ നമ്മൾ പറയേണ്ട വാക്ക് അതാണ്, ശക്തനും ധീരയുമായിരിക്കുക. അതാണ് പറയേണ്ടത്. ജോഷുവ 1:9. എന്തുകൊണ്ടാണ് നമ്മൾ ശക്തനാകണത്? എണ്ണ തേച്ചാൽ ശക്തനാകത്തില്ല. എണ്ണ ഒരു അടയാളമാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ശക്തനാകണത്? ഐ വിൽ കം വിത്ത് യു വേറെവർ യു ഗോ. നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിൻ്റെ കൂടെ വരും. എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് ഉടമ്പടി തൈലമെടുത്ത് വെളുപ്പിനെ നെറ്റിക്ക് തേക്കുക എന്നുള്ളത്. അതിൻ്റെ കൊണോട്ടേഷൻസ് ഇംപ്ലിക്കേഷൻസൊക്കെ പോക്കൊണ്ടില്ലേ? അത് എന്തിനാണ് ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് ശക്തനും ധീരനുമായിരിക്കുക. കാര്യം എന്താണ്? അത് സങ്കീർത്തനം 92:10-11 വചനം കിടക്കുന്നത്. തൈലം തേക്കുമ്പോൾ ഐ വിൽ അനോയിന്റ് യു വിത്ത് ദ പ്യുറസ്റ്റ് ഓയിൽ. ഞാൻ നിന്നെ ഉടമ്പടി തൈലത്താൽ, ശുദ്ധമായ തൈലത്താൽ അഭിഷേകം ചെയ്യും. എന്തുകൊണ്ടാണ്? ഐ വിൽ എംപവർ യു. ഞാൻ നിന്നെ ശക്തനാക്കും. എങ്ങനെയാണ് ശക്തനാക്കുന്നത്? അതായത് ഐ വിൽ ഗിവ് യു ദ വൈഡ് ഔട്ട് സ്ട്രെങ്ത്. കാട്ടുകാളയുടെ ശക്തി നൽകും. കാരണം നമ്മൾ ബലഹീനമായ കാലത്താണല്ലോ ദൈവത്തിൽ ഉടമ്പടി എടുക്കുന്നത്. അത് എപ്പോഴും എങ്ങനെയാണ് നമ്മൾ ശക്തനാക്കണത്? അതാണ് ജോഷുവ 1:9 പറയണത്. എന്താണ്? ശക്തനും ധീരനുമായിരിക്കുക. ശക്തയും ധീരയുമായിരിക്കുക. എന്താ കാര്യം? നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിൻ്റെ കൂടെ വരും. മനസ്സിലായി? അപ്പം ശക്തനായിരിക്കുക, ശക്തയായിരിക്കുക എന്ന് പറയുമ്പോഴേ ഈ തൈലം തേക്കുമ്പോൾ തന്നെ ഓർക്കുമ്പോൾ ശക്തി വരണത് തൈലത്തിൽ നിന്നല്ല. പിന്നെന്താണ്? ഈ വിശ്വാസം പ്രഖ്യാപിക്കുക നിമിത്തം, ഉടമ്പടിയിൽ ആശ്രയിക്കുക നിമിത്തം അതിൻ്റെ വാഗ്ദാനമായ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അവകാശമാകുന്ന കൈയടിച്ച് കർത്താവിന്റെ സാന്നിധ്യം. എന്താണ് പറയുന്നത്? ഐ വിൽ കം വിത്ത് യു. ശക്തനും ധീരനുമായിരിക്കുക, ശക്തയും ധീരയുമായിരിക്കുക. വൈ? എന്തുകൊണ്ട്? ഐ വിൽ കം വിത്ത് യു വേറെവർ യു ഗോ. നീ ശക്തയായിരിക്കണം, നീ ശക്തനായിരിക്കണം. കാരണം എന്താണ്? നീ എവിടെയെല്ലാം പോകുന്നു എന്നാണ്. ഇന്ന സ്ഥലങ്ങളിൽ അത് ഇന്ന സ്ഥലത്ത് പോകുമ്പോൾ ഞാൻ ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞിട്ടില്ല. നീ വെന്റിലേറ്ററിൽ പോയാലും ഐ വിൽ കം വിത്ത് യു വേറെവർ യു ഗോ. നീ ICUവിലായാലും ശരി, ഐ വിൽ കം വിത്ത്. നീ പരീക്ഷാ ഹാളിലായാലും ശരി, നീ ഇൻ്റർവ്യൂവിലായാലും ശരി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായി. ഒരു മോളുടെ സാക്ഷി ഉണ്ടായിരുന്നു. അവൾ കംപ്ലീറ്റ് മലയാളം മീഡിയമാണ്. ഇവൾക്ക് അതേസമയം തന്നെ കക്ഷി ഉടമ്പടി എടുത്തിട്ട് IATS പരീക്ഷയ്ക്ക് പോവുകയാണ്. ഇവളാണെങ്കിൽ IATS പരീക്ഷയ്ക്ക് ചെന്നപ്പോൾ തന്നെ ആളിൻ്റെ മുമ്പിൽ ഇരുന്ന് പരീക്ഷകൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു. അവളിങ്ങനെ വിറക്കണം. ആ മാഡത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ പൂക്കല പോലെ വിറക്കുകയാണ്. ഒന്നും വായിന്ന് വരണില്ല. വരുമ്പോഴൊക്കെ അവരാണ് മാഡം ചോദിക്കും, വൈ യു ആർ ഷിവറിങ്? ഇതെന്താ, നിങ്ങൾക്ക് വല്ല മാനസിക രോഗമാണോ? എന്താ പിന്നെ ഇത് കെട്ടിയെടുത്ത് എന്തായാലും ഇതിലേക്ക് വന്നത്? എനിക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന രീതി അവരങ്ങനെ പറഞ്ഞില്ലെങ്കിലും അവരുടെ ബോഡി ലാംഗ്വേജ് അതാണ്, ശരീരഭാഷ അതാണ്. എന്നാൽ പിന്നെ പണ്ടാരം അടങ്ങാൻ എന്തിനാണ് ഇതിന് തലകുത്തി പറയാൻ പോയതെന്ന് ചോദിക്കുന്ന രീതിയിലുള്ള ഒരു നെഗറ്റീവ് ബോഡി ലാംഗ്വേജാണ്. അപ്പോൾ അവൾ പക്ഷേ ഇവൾക്ക് റിക്കവർ ചെയ്യാൻ പറ്റണില്ല. ഭയങ്കര ചുണ്ടൊക്കെ വിറക്കണത്, തൊണ്ട വിരളെന്ന് വല്ലാത്ത ഒരു പിടച്ചിലാണ്. അപ്പോൾ മാഡത്തിന് കാര്യം മനസ്സിലായി. മാഡം പറയും തെറ്റണ്ട, യു കണ്ടിന്യൂ എന്ന് പറയും. അങ്ങനെ 2 മിനിറ്റ് ഒരു കണക്കിന് ഇംഗ്ലീഷ് പറഞ്ഞ് സ്പീക്കിംഗ് ആണ്. 2 മിനിറ്റ് 2.5 മണിക്കൂർ ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ആളിൻ്റെ ഗ്യാസ് തീർന്ന്, പഠിച്ചു വെച്ച സംഭവങ്ങളെല്ലാം തീർന്ന്. പിന്നെ എന്ത് പറയാമെന്നറിയാമല്ല, പിന്നെ നിന്ന് വിറക്കുകയാണ്. അപ്പോൾ മാഡം പറഞ്ഞു, നിങ്ങൾക്ക് 5 മിനിറ്റല്ലേ ഉള്ളത്, 5 മിനിറ്റ് കണ്ടിന് 5 മിനിറ്റ് പറഞ്ഞൊപ്പിക്കാൻ പറഞ്ഞു. കാരണം അവിടെ രക്ഷപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണ്. കാരണം പറഞ്ഞ് അവസാനിപ്പിക്കണമല്ലേ, ആളെ പറഞ്ഞു.
അവൾ 5 മിനിറ്റ് ആദ്യം പറഞ്ഞത് 2.5 മിനിറ്റല്ലേ പറഞ്ഞിരിക്കണത്, അതെന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്ത്. കാര്യം വിറയ്ക്കണ പറയണമെന്നൊരു പിടിയില്ല, ഒരു കണക്കിന് അവിടെ നിന്ന് കഴിഞ്ഞ് താടി പുറത്ത് വീണ്. പേടിയാ ശരിക്കും ആളിനെ. പക്ഷേ എന്താ സംഭവം? വാഗ്ദാനം എന്താണ്? ഐ വിൽ കം വിത്ത് യു wherever you go. നീ പോകുന്നിടത്തെല്ലാം, ഏത് സ്പീക്കിംഗ് ആയാലും ഏത് ഇൻ്റർവ്യൂവിനായാലും ഐ വിൽ കം വിത്ത് യു. റിപ്പോർട്ട് വന്നപ്പോൾ എന്താ വന്നിരിക്കുന്നത്? അവർക്ക് B ഗ്രേഡ്. ട്രോളർമാർ ചിലപ്പോൾ എൻ്റെ ഈ പ്രസംഗം തന്നെ എടുത്ത് ട്രോൾ ചെയ്ത് വരും. കാര്യം എന്താ, ഇതിൻ്റെ അത് യുക്തിയില്ലല്ലോ. കാര്യം വിറച്ചതുള്ളി 2.5 മണിക്കൂർ പറഞ്ഞു. 2.5 മണിക്കൂർ പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഉണ്ടായിരുന്ന കരിമരുന്ന് തീർന്ന്, പിന്നെ ഒരു 2.5 മണിക്കൂർ ബാക്കി കിടക്കണം. കാരണം എന്തെങ്കിലും പറഞ്ഞ് തുലച്ചിട്ട് പോകാൻ പറയുമ്പോഴും ആ പറഞ്ഞത് തന്നെ തന്നെയും പിന്നെയും പറയുന്നു. പക്ഷേ റിസൾട്ട് വരുമ്പോൾ B ഗ്രേഡ്. നിങ്ങൾ സാക്ഷ്യം കേൾക്കണം, യൂട്യൂബിൽ കിടപ്പുണ്ട്. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് മെറിറ്റ് ആൻഡ് ഡീമെറിറ്റ്സ് എന്ന് പറയണത്. അവൾ വിറച്ചെന്ന് പറയുമ്പോൾ എന്താ എൻ്റെ അർത്ഥം? അവിടെ തൊണ്ട വരണ്ടു എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ അർത്ഥം എന്താണ്? എനിക്ക് മെറിറ്റ് ഇല്ലെന്ന് എൻ്റെ അർത്ഥം. യോഗ്യതയില്ല. യോഗ്യതയില്ലെന്ന് പറഞ്ഞാൽ അതൊരു ഡെഡ് എൻഡ് അല്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിനക്ക് യോഗ്യതയില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ്? കർത്താവിൻ്റെ സാധ്യത തുറന്നു വരാൻ പോകുന്നു. ദാറ്റ് ഈസ് ഗ്രേസ്. എപ്പോഴും ബൈബിൾ വായിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാകണത്, ഈ മെറിറ്റ് എന്ന് പറയുന്ന സാധാരണ മനുഷ്യനെ ഉണ്ടാകുന്ന യുക്തിയും ശക്തിയും ഒക്കെ ഉണ്ടാകും. ചിലപ്പോൾ പല വിഷയങ്ങളും നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് മെറിറ്റിൽ അധിഷ്ഠിതമല്ല, അത് ഗ്രേസിൽ അധിഷ്ഠിതമാണ്. അതാണ് ബൈബിൾ പറയണത്, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇന്ന് എല്ലാവർക്കും അറിയാതെ അല്ലേ? നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ല. ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഗോലിയാത്ത് വന്നു. ഗോലിയാത്ത് എന്ന് പറയുമ്പോൾ മഹാരാക്ഷസനാണ്. അവൻ്റെ ഷെക്കൽ 700 ഷെക്കലാണ് അവൻ്റെ പരിച. 13 അടിയാണ് അവൻ്റെ കുന്തം. ദാവീദൊരു പയ്യൻ, ഇടയ ചെറുക്കനാണ്. ദാവീദിനോട് ഗോലിയാത്ത് ചോദിക്കണത് എന്താണ്? നീ എൻ്റെ അടുത്ത് വരാൻ എന്ത് മെറിട്ടെന്നാണ് ചോദിക്കണത്. ദാവീദ് പറഞ്ഞത് എന്താണ്? മെറിറ്റില്ല, പക്ഷേ ഗ്രേസ് ഉണ്ടെന്ന് പറയും. അതല്ലേ സംഭവം. നിങ്ങളെന്താ ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കുക. അതായത് 1 സാമുവേൽ 17:45. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, സാമുവേൽ 17:43-45. ഗോലിയാത്ത് ദാവീദിനോട് ചോദിച്ചു, എന്റെ നേരെ വടിയുമായി വരാൻ ഞാനൊരു പട്ടിയോ? ദാവീദിന്റെ കയ്യിലുള്ള എന്താണ്? ഒരു വടി, ഇടയൻ്റെ വടിയാണ്. അതൊക്കെ മെറിറ്റില്ല. അതാണ് ദാവീദ് ഈ 13 അടി നീളം കുന്തവും പിടിച്ച് നിൽക്കുന്ന ഒരു രാക്ഷസൻ്റെ അടുത്ത് ഒരു വടിയും പിടിച്ചിട്ട് ഒരു മനുഷ്യൻ വരികയാണ്. അപ്പോൾ ഗോലിയാത്ത് ഉടനെ ചോദിക്കുകയാണ്, വാട്ട് മെറിറ്റ് യു ഹാവ് ടു ഫേസ് മീ? നീ എന്നെ അഭിമുഖീകരിക്കാൻ നിനക്കെന്നാ യോഗ്യത എന്ന് പറയും. അതിനെ ദാവീദ് പറയുന്നൊരു ഉത്തരമുണ്ട്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ദാവീദ് പ്രതിവചിച്ചു, വാളും കുന്തവും ചാട്ടുളിയുമായി നീ എന്നെ നേരിടാൻ. അതാണ് നിന്റെ മെറിറ്റ്, അതാണ് നിന്റെ മെറിറ്റ്, യോഗ്യത. വാളും കുന്തവും ചാട്ടുളിയുമായി നീ എൻ്റെ അടുക്ക വരുന്നു. ഞാനാകട്ടെ നീ നിന്ദിച്ച ഇസ്രായേൽ സേനകളുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിന്റെ നാമത്തിൽ കൈയടിച്ച് കർത്താവ്. നിങ്ങൾ അടിച്ച് നിലംപരശാക്കുന്ന ഏത് പ്രതിയോഗിയുടെ മുമ്പിൽ, അത് പരീക്ഷയാകട്ടെ, കോടതിയാകട്ടെ, സർക്കാർ ഓഫീസ് ആയിക്കോട്ടെ, ആശുപത്രി ആയിക്കോട്ടെ, ഓപ്പറേഷൻ തിയേറ്റർ ആയിക്കോട്ടെ, എവിടെ ചെന്നാലും നീ പറയണം, എന്താണ്? ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ഉടമ്പടി ചെയ്ത ദൈവത്തിൻ്റെ നാമത്തിലാണ്. ഒന്ന് പറഞ്ഞ ദൈവവേദലെ, ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ഉടമ്പടി ചെയ്ത എൻ്റെ ദൈവത്തിൻ്റെ നാമത്തിലാണ്. എൻ്റെ ദൈവവേദല എപ്പോഴും മനസ്സിലാക്കി. ഇപ്പം നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത്? ഉടമ്പടി തൈലം കഴിഞ്ഞാൽ പിന്നെ എന്താ ഉള്ളത്? പ്രധാനപ്പെട്ട എന്താണ്? ഉടമ്പടി കാശുരൂപമാണ്. അതാണ് സാന്നിധ്യത്തിൻ്റെ ഒരു അടയാളം. എന്താ വിഷയത്തിൽ ഞാൻ വന്നിരിക്കുന്നത്? ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പ്രധാനപ്പെട്ട ഓപ്പറേഷന് പോകുമ്പോഴെല്ലാം, പ്രധാനപ്പെട്ട വിഷയത്തിന് പോകുമ്പോഴെല്ലാം നിങ്ങളുടെ കയ്യിൽ ഉടമ്പടി കാശുരൂപം ഉണ്ടായിരിക്കും. എന്താ കാര്യം? നിങ്ങൾക്ക് പക്ഷേ കാശുരൂപം ഉണ്ടായിട്ട് കാര്യമില്ല. അതേസമയം തന്നെ നമ്മൾക്ക് മനസ്സിലൊരു ഒരു വിശ്വാസമുണ്ടാണ്. എന്താണ്? ഞാൻ വന്നിരിക്കുന്നത് സൈന്യൻ്റെ കർത്താവായ ദൈവത്തിൻ്റെ നാമത്തിലാണ്. പരിശുദ്ധ അമ്മ, കാര്യം ദൈവത്തിൻ്റെ നാമത്തിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥലൊക്കെ ചെയ്യുമ്പോഴേ എന്താ സംഭവിക്കണത്? നമ്മുടെ കൂടെ ആര് വരും? ഐ വിൽ കം വിത്ത് യു. അതല്ലേ ഉടമ്പടിയുടെ വാഗ്ദാനം. ഞാൻ നിൻ്റെ കൂടെ വരും. ആരാണ്? നീ എവിടെ പോയാലും വരുമെന്ന്. കഴിഞ്ഞ ദിവസങ്ങളിൽ റോഷൻ്റെ സാക്ഷ്യം എന്താണ്?
റോഷന് 3 വർഷമായിട്ട് മക്കളില്ല, കോട്ടയംകാരനാണ്, 3 വർഷം മക്കളില്ല. അപ്പോൾ അവസാനം മക്കളില്ലാത്ത ഒരു അവസ്ഥയിൽ ഭാര്യയും ഭർത്താവും ഒരാൾ ഇവിടെയും ഒരാൾ അവിടെയും ഒക്കെ ആയിട്ട് അങ്ങനെ ജീവിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ മക്കളില്ലാത്തൊരു കാലം ഇങ്ങനെ കടന്നു പോവുകയാണ്. പക്ഷേ അതേസമയം ജോലിയെ പഴുതി ഇവർക്ക് ഒരു കുറച്ച് കാലം മാത്രമേ ഒരുമിച്ച് താമസിക്കാൻ പറ്റുള്ളൂ. അല്ലാത്തപ്പോൾ ആണ്ടിൽ 10 മാസം അവർ പുറത്താണ്, സെപ്പറേറ്റഡ് ആണ്. ഇങ്ങനെയൊക്കെ പല സാങ്കേതിക ജീവിത പ്രശ്നങ്ങൾ കാരണമാണ് മക്കളില്ലാതെ പോരണത്. പക്ഷേ അവർ ട്രൈ ചെയ്തിട്ട് മക്കൾ ഉണ്ടായിട്ടുമില്ല. അപ്പോൾ ഇനി മക്കൾ ഉണ്ടാകുമെന്ന് അറിയത്തുമില്ല. ഇങ്ങനെ ആകെപ്പാട് കൺഫ്യൂഷൻ ആയിരിക്കുന്ന സമയത്താണ് ഇവർ ഉടമ്പടി ചെയ്യണത്. അവരുടെ വീട്ടിലാരോ ഉടമ്പടി ചെയ്യണതാണ്. പിന്നീട് അവർ നേരെ വന്ന് ആ ഉടമ്പടിയുടെ ശക്തി മനസ്സിലാക്കിയിട്ടാണ് ഇവർ ഉടമ്പടി ചെയ്യണത്. പക്ഷെ ഉടമ്പടി ചെയ്യുമ്പോൾ സംഭവിക്കേണ്ട ഒരു വിഷയമുണ്ട്. അന്ന് രാത്രി ഈ റോഷൻ ഒരു സ്വപ്നം കാണും. എന്താ സ്വപ്നമാണെന്ന് വെച്ചാൽ, അവനൊരു വഴിയിൽ നിന്ന് എവിടെ യാത്ര പോയിട്ട് വീട്ടിലോട്ട് വരികയാണ്. റോഡേ ഇറങ്ങി വീട്ടുവഴിയിലേക്ക് വരികയാണ്. വഴി കൊണ്ടുവരുമ്പോൾ അമ്മ മാതാവ് ഇവൻ്റെ കൂടെ വരുന്നു. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. എന്താണ്? അമ്മ മാതാവ് പ്രഗ്നൻ്റാണ്. അതാണ് സ്വപ്നത്തിൻ്റെ വിഷയം. ഗർഭിണിയായ മാതാവ്. അപ്പോൾ ഞാനും അമ്മയും കൂടി സംസാരിച്ചുകൊണ്ട് വരികയാണ്. അപ്പം അമ്മ ഗർഭിണിയാണ്, മാതാവാണ് എൻ്റെ കൂടെ ഉള്ളതെന്ന് ഞാൻ സ്വപ്നത്തിൽ കൃത്യമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ പെട്ടെന്ന് മഴ പെയ്തു. ഞാനും അമ്മയും കൂടി വരുമ്പോൾ പെട്ടെന്ന് മഴ പെയ്തപ്പോൾ ഞങ്ങളൊരു വീട്ടിലോട്ട് പ്രവേശിച്ചു. അപ്പോൾ ആ വീട്ടിൽ ഉടമ്പടി പ്രാർത്ഥനയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയം. മഴ കഴിഞ്ഞപ്പോൾ പുറത്തോട്ടിറങ്ങിയപ്പോൾ അമ്മ ഒരു കുഞ്ഞിനെ എനിക്ക് തന്നിട്ട് അമ്മ പോയി. ഞാൻ കുഞ്ഞുമായിട്ട് വീട്ടിലോട്ട് പോകുന്നു. ആ ആഴ്ചയിൽ എൻ്റെ ഭാര്യ പ്രഗ്നൻ്റ് ആയെന്ന്. ശ്രദ്ധിക്കട്ടെ. ഇതിപ്പോൾ ഈ ആഴ്ച നടന്ന സാക്ഷികളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണതല്ല. എല്ലാം യൂട്യൂബിലുണ്ട്, ഞങ്ങൾക്ക് വെരിഫൈ ചെയ്യാം. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം? ഈ സ്വപ്നം എന്ന് പറയണത് ഗർഭിണിയായ മാതാവിനെ സ്വപ്നം കാണുകയും ആ മാതാവ് റോഷന് കുഞ്ഞിനെ കൈമാറുകയും ചെയ്യുമ്പോൾ അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ ആഴ്ചയിൽ നിൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആകും, പക്ഷെ ആ കുഞ്ഞിനെ ഞാൻ തന്നതാണെന്ന് നീ അറിയണം. അല്ലാതെ ഒരു ഓട്ടോമാറ്റിക്കലായിട്ട് ഒരു ബയോളജിക്കൽ പ്രോസസ്സിലൂടെ നാച്ചുറലായിട്ട് ലഭിച്ച സ്വാഭാവികമായ ദാനമല്ല, മറിച്ച് അത് സ്പെഷ്യൽ ഗിഫ്റ്റാണ്. ഔട്ട് ഓഫ് ഗ്രേസ്, മെറിറ്റ് കൊണ്ടല്ല, കൃപ കൊണ്ടാണെന്ന് കൈയിട്ടിച്ച് കർത്താവിനെ ഇതാണ് സാന്നിധ്യം എന്ന് പറയുന്നത്. സ്വപ്നമാണ്. പക്ഷെ സ്വപ്നം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കാണുന്ന തരത്തിലുള്ളൊരു സ്വപ്നമല്ലത്. കാര്യം ഉടമ്പടി കാലത്ത് ദൈവത്തെക്കുറിച്ച് കാണുന്ന സ്വപ്നങ്ങളെല്ലാം അമ്മയെക്കുറിച്ചോ ഈശോയെക്കുറിച്ചോ ഒത്തിരി പേര് വ്യത്യസ്തങ്ങളായ സ്വപ്നങ്ങൾ ആത്മീയമായി കാണുന്നുണ്ട്. അതിൻ്റെ എല്ലാ വ്യാഖ്യാനം എന്ന് പറയുന്നത് ഈ ജോഷുവ 1:9 എന്താണ്? നീ ഉടമ്പടി ചെയ്ത വ്യക്തിയാണ്, അതുകൊണ്ട് ഉടമ്പടി പ്രകാരം കൊണ്ട് വാഗ്ദാനമാണ്. ഐ വിൽ കം വിത്ത് യു വേറെവർ യു ഗോ. നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. ആ ദൈവ സാന്നിധ്യമാണ്. അപ്പോൾ നിൻ്റെ കൂടെയുള്ള സാന്നിധ്യം ഉടമ്പടിയുടെ മറ്റ് പ്രാർത്ഥനകൾക്കൊന്നുമില്ലാത്ത ഏറ്റവും വലിയ വാഗ്ദാനമെന്ന് പറയുന്നത് ഈ സാന്നിധ്യമാണ്. നമ്മൾ തൈലം തേക്കണത് പോലും എന്താണ്? തൈലം തേക്കുന്നത് പോലെ ഈ സാന്നിധ്യത്തെ നമ്മൾ തിരിച്ചറിയുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതിൻ്റെ കൊണ്ടാണ് നമ്മൾ എന്താണ് ഐ വിൽ ഗീവ് ദ വൈഡ് ഓഫ് സ്ട്രെങ്ത്. ഞാൻ കാട്ടുകാളയുടെ ശക്തി നൽകും. അത് എങ്ങനെ ശക്തി നൽകും? ശക്തനും ധൈര്യമായിരിക്കുക. ഐ വിൽ കം വിത്ത് യു വേറെവർ യു ഗോ. നീ പോകുന്നിടത്തെല്ലാം ഞാൻ കൂടെ ഉണ്ടാകും എന്ന് വെച്ചാൽ സാന്നിധ്യമാണ് ശക്തി. ദൈവം നമ്മൾ ഒരു ഉടമ്പടി തൈലം നെറ്റിയെ കുറിച്ച് വരക്കുമ്പോൾ നമ്മുടെ കൂടെ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ വി അഡ്മയർ ആൻഡ് അഡ്മിറ്റ് ആൻഡ് വി പ്രൊക്ലെയിം ഇറ്റ്. നമ്മൾ പ്രഖ്യാപിക്കുന്നു, കർത്താവേ ഉടമ്പടിയിലാണ് ഞാൻ, നിൻ്റെ സാന്നിധ്യത്തിൻ്റെ കൂടെ ഉണ്ട്, അത് ഞാൻ പ്രഖ്യാപിക്കുന്നു. കൈയിട്ടിച്ച് കർത്താവ് സാന്നിധ്യം, അതായത് 1:9 കൊടുത്ത സാന്നിധ്യം നമ്മൾ എന്തുകൊണ്ടാണ് ഞങ്ങൾ പാപത്തെക്കുറിച്ച് നിങ്ങളോട് അധികം സംസാരിക്കുക? ഉടമ്പടി ധ്യാനത്തിൽ പാപത്തെക്കുറിച്ച് അധികം സംസാരിക്കാറില്ല. കാരണം നവീകരണ ധ്യാനത്തിൻ്റെ സബ്ജക്റ്റാണ്. പക്ഷേ ഉടമ്പടി എടുക്കുന്ന വ്യക്തികൾക്ക് പാപ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള നൊട്ടേഷൻസ് കൊടുക്കും. ഇന്ന സാഹചര്യങ്ങളിലൂടെ പോകുന്നത് ദൈവത്തിൻ്റെ നിങ്ങളെ വിശുദ്ധി നഷ്ടപ്പെടുത്തും. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഈ വിശുദ്ധി ഇല്ലെങ്കിൽ സാന്നിധ്യം ഉണ്ടാകത്തില്ല. കാര്യം മനസ്സിലായില്ലേ? നിങ്ങളെ ഈ സാന്നിധ്യമാണ് പ്രശ്നം. സാന്നിധ്യത്തിനെ കുറിച്ച് ഉടമ്പടിയിൽ സാന്നിധ്യമുള്ളത് കാരണം ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? വിശുദ്ധി പാലിക്കണം. ക്ലിയർ അല്ലേ? അല്ലെങ്കിൽ ആ സാന്നിധ്യം പോവും. ഞങ്ങൾ നിങ്ങളുടെ വ്യഭിചാരം ചെയ്യുന്ന, കക്കരുതെന്ന, മോട്ടിക്കരുതെന്ന, കൊല്ലരുതെന്ന ഒന്നും പറയത്തില്ല.
പക്ഷേ നിങ്ങളുടെ കോമൺ സെൻസ് ഉള്ള മനുഷ്യരല്ലേ? എന്താ കാര്യം? ദൈവം സാന്നിധ്യം നൽകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അബ്സ്റ്റൈൻ ആയിരിക്കണം. എന്താണ്? അഭിഷിക്തമായ സാഹചര്യത്തിൽ നിന്ന് നമ്മൾ ബോധപൂർവം പിൻവലിക്കണം. അഭിഷിക്തമായ സാഹചര്യങ്ങളിൽ നമ്മൾ കാര്യം എന്താണ്? നമ്മുടെ കൂടെ ഉള്ളത് ആരാണ്? അത് എന്താണ് എബ്രാഹത്തോട് പറഞ്ഞത് ഉടമ്പടി കഴിഞ്ഞപ്പോൾ? 17:2 ഉൽപ്പത്തി പുസ്തകം ശ്രദ്ധിക്കട്ടെ. ഉൽപ്പത്തി 17:1 പഴയ 1 ഉൽപ്പത്തി. സർവശക്തനായ ദൈവമാണ് ഞാൻ. ഒന്ന് പറഞ്ഞേ, സർവശക്തനായ ദൈവമാണ് ഞാൻ. എന്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. എപ്പോഴും പറയേണ്ട ആവശ്യമുണ്ടോ? അതായത് ഉടമ്പടി ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ ബൈസ്റ്റാൻഡറെ പോലെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെയാണ്. ആ ദൈവത്തിൻ്റെ വിശുദ്ധനായ ദൈവം നമ്മുടെ കൂടെ വസിക്കുമ്പോൾ ഇപ്സഫാത്തോ കോമൺ സെൻസ് ഉള്ള ആർക്കായാലും അറിയാം നമുക്കെന്താണ്? നമ്മളും വിശുദ്ധനായിരിക്കണം. അതുകൊണ്ട് ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായി കർത്താവ് പറഞ്ഞല്ലേ. ലേവ്യർ 11:45. ലേവ്യർ 11:45. നിങ്ങളുടെ ദൈവമായിരിക്കേണ്ടതിന് പറഞ്ഞു, നിങ്ങളുടെ ദൈവമായിരിക്കും. ഏറ്റു പറഞ്ഞ, നിങ്ങളുടെ ദൈവമായിരിക്കേണ്ടതിന് ഈജിപ്തിൽ നിന്ന് നിങ്ങളെ ആനയിച്ച കർത്താവ് ഞാനാകുന്നു. നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ. എന്തെന്നാൽ ഞാൻ പരിശുദ്ധനാണ്. ഈ സാന്നിധ്യമാണ് പരിശുദ്ധിയെ നമ്മൾ ആവശ്യപ്പെടുന്നത്. ഉടമ്പടി എടുക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടാവും. അത് ദൈവത്തിൻ്റെ വാഗ്ദാന പ്രകാരമാണ്. പക്ഷേ ആ സാന്നിധ്യത്തിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്താൻ നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ വിശുദ്ധിയിൽ വ്യാപരിക്കണം. മനസ്സിലായോ? ഉടമ്പടി എടുത്തിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ ഒരു ദിവസം എന്നോട് പറഞ്ഞു, അച്ഛാ മകളുടെ കല്യാണം ഒന്നും ശരിയാണില്ല, 2-3 ചെക്കന്മാർ ഒരുമിച്ച് വന്നിട്ടുണ്ട്, ഒരാൾക്ക് എല്ലാവർക്കും നമുക്ക് അക്സെപ്റ്റബിളാണ്, പക്ഷേ ഇതിൽ ആരെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞ് പേരും കൊണ്ടുവന്ന്. അപ്പോൾ പേരും കൊണ്ടുവന്നപ്പോൾ ഞാൻ ചോദിച്ചു, ചേച്ചി സാക്ഷ്യമുണ്ടോ? സാക്ഷ്യമുണ്ടെന്ന് പറഞ്ഞു. സാക്ഷ്യമില്ലെങ്കിൽ സന്ദേശം എടുക്കത്തില്ല. കാര്യം ഇവരുടെ ഉടമ്പടി ദൈവം അംഗീകരിച്ചിട്ടില്ലല്ല. ദൈവം അത് സാക്ഷ്യം ഭയങ്കര സീരിയസായ മക്കളെ. എന്തെങ്കിലും വിഷയമുണ്ടാകുമ്പോഴെങ്കിൽ അത് സാക്ഷ്യത്തിന് വില അറിയത്തുള്ളൂ. ഇപ്പം നിങ്ങളിങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കാം, പക്ഷേ ഒരു ഇഷ്യൂ ഉണ്ടായി ഒരു തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ മെസ്സേജ് എടുക്കേണ്ടി വരും. അപ്പോഴാണ് ചോദിക്കുന്നത് സാക്ഷ്യം എന്തെന്ന് ചോദിക്കും. അല്ലാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, ഒരിക്കൽ സാക്ഷ്യം നിങ്ങൾ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താതെ ഒളിച്ച് നടന്നാലേ പിന്നെ സ്വാഭാവികമായിട്ട് അടുത്തൊരു വിഷയം നിങ്ങൾക്ക് വരുമ്പോൾ ദൈവം നിങ്ങളെ സപ്പോർട്ട് ചെയ്യത്തില്ല. കാര്യം എന്താണ്? നിങ്ങൾ വയറ്റിപ്പഴപ്പിന് വേണ്ടി ദൈവത്തെ ദുരുപയോഗിക്കുന്ന ആളാണ്. കാര്യം ദൈവത്തെ മഹത്വപ്പെടുത്താൻ നിങ്ങൾക്ക് പോരായ്മയായി നിങ്ങൾ കരുതുന്നു. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അടുത്ത ഒരു ഇഷ്യൂ നിങ്ങൾ ഓർക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതോടുകൂടി ലോകം അവസാനിക്കും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾക്ക് ജോലി കിട്ടി, വീട് കിട്ടി, വിവാഹം നടന്നു, ഇതോടുകൂടി ലോകം അവസാനിക്കുമെന്ന് വിചാരിക്കരുത്. നാളെ ഇതിനേക്കാൾ ഇരട്ടി പ്രശ്നം ഉണ്ടാകുമ്പോൾ ദൈവദൃശ്യന് തന്നെ എന്ത് മോന്തിയമായിട്ട് നിങ്ങൾ വരും? അത് ഓർക്കണം. അതുകൊണ്ട് സാക്ഷ്യം പറഞ്ഞ് മാറണം. അതിപ്പോൾ ഇവിടെ അച്ഛനെ കാണാൻ വേണ്ടി തന്നെയല്ല, ദൈവദൃശ്യന് ഇനിയുള്ള കാലം കൃപയിൽ വ്യാപരിക്കാൻ ഒരു സാക്ഷ്യം ഒരു മസ്റ്റാണ്. ഇപ്പോൾ ഇവിടെ പറയാൻ പറ്റിയ ക്വാളിറ്റി ഇല്ലെങ്കിൽ ഞങ്ങൾ ഒപ്പിട്ട് തരും, അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകണം. ഇപ്പോൾ ഞാൻ ചേർത്ത് ചോദിച്ചു, സാക്ഷ്യം പറഞ്ഞതാണ്. സാക്ഷ്യം പറഞ്ഞില്ല, പറയാൻ ഒപ്പിട്ട് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒപ്പിട്ട് നോക്കി. അപ്പോൾ നോക്കിയപ്പോൾ സാക്ഷ്യം അവർ പറഞ്ഞിട്ടില്ല, പറയാനുള്ള ക്വാളിറ്റി ഇല്ലെങ്കിൽ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഓർക്കേണ്ടതെന്ന പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പറയാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ അത് സെക്കൻഡ് ക്ലാസ് സാക്ഷ്യമായിരിക്കും, ഉടമ്പടിയുടെ ക്വാളിറ്റി ഉണ്ടാകത്തില്ല. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന സമയമൊക്കെ കുറവായിരിക്കും, ഇവിടെ കൗൺസിലിംഗ് കിട്ടുന്ന സമയം കുറവായിരിക്കും. കാര്യം നിങ്ങളത് കുറച്ചുകൂടി പിക്കപ്പ് ചെയ്ത് വരാൻ പറയും. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ചേച്ചി ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം വന്നു. എന്താ ചോദ്യം? നിങ്ങൾ എന്നാ കുമ്പസാരിച്ചെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കുമ്പസാരിച്ച് 2 മാസമായി. ഞാൻ പറഞ്ഞ വണ്ടി വിട്ടേക്കാൻ പറഞ്ഞു. തീർന്നു, അവിടെ വെച്ച് എല്ലാം തീർന്നു. കാര്യം ഉടമ്പടി പ്രകാരം 2 ആഴ്ചയിലൊരിക്കൽ കുമ്പസാരിക്കണ്ടേ? അതല്ലേ അച്ഛൻ പറയണേ ഇവിടുന്നുണ്ട്. 2 ആഴ്ചയിലൊരിക്കൽ കുമ്പസാരിച്ച് എഴുന്നേൽക്കാൻ പറയണം. അല്ലെങ്കിൽ മാക്സിമം പോയാൽ 1 മാസം, അതിൻ്റെ അപ്പുറത്ത് പോകാൻ പറ്റത്തില്ല. ചേട്ടത്ത് 2 മാസമായി കുമ്പസാരിച്ചിട്ട്. അപ്പം ഉടമ്പടിയാണെന്ന് പറഞ്ഞിങ്ങനെ പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല, നിങ്ങൾ വിശുദ്ധരല്ല. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര സീരിയസ് വിഷയമാണ്. നമ്മൾ കൂടെ കുമ്പസാരിക്കണമെങ്കിൽ നമുക്ക് കുമ്പസാരത്തിൻ്റെ ബോധമുണ്ടാകും. അതനുസരിച്ച് നമ്മൾ പാപത്തെ ഒഴിവാക്കി ജീവിക്കും. അപ്പോൾ കുമ്പസാരത്തിൻ്റെ ആ ഒരു ചൈതന്യം ഇല്ലാത്ത നിങ്ങൾ ഒരു സമൂഹത്തിലാണെങ്കിൽ നിങ്ങൾ തന്നെ ആ മനസ്സാക്ഷിക്ക് ഒപ്പിച്ച് വിശുദ്ധിയോടെ ജീവിക്കാൻ വേണ്ടി ഉടമ്പടിക്കാർ ശ്രദ്ധിക്കണം. ഒരു സംശയമില്ല കാര്യത്തിലേ. പക്ഷേ ഉടമ്പടി ചോദിക്കുമ്പോൾ ദൈവത്തോട് ആലോചന ചോദിക്കുകയല്ലേ. ഇതുപോലെ പ്രാക്കപ്പെട്ടൊരു മനുഷ്യൻ വന്നാൽ എങ്ങനെയാണ് ദൈവം സംസാരിക്കണത്? സംസാരിക്കത്തില്ല.
അതാണ് പ്രശ്നം. അതല്ലേ ഇപ്പം ലേവ്യയോട് വായിച്ചത്, ഞാൻ പരിശുദ്ധരായിരിക്കുന്നവരെ നിങ്ങളും പരിശുദ്ധരായിരിക്കാൻ പറയും. അപ്പോൾ അതൊരു വിഷയമാണ്. അത് നിസ്സാര വിഷയമല്ല. ഈ നിങ്ങളുടെ ഹെവി സബ്ജക്റ്റുകളെ കൈകാര്യം ചെയ്യണമെങ്കിൽ വിശുദ്ധി വേണം. ഇപ്പം ജോഷുവ തന്നെ ജനങ്ങളോട് എന്താ പറഞ്ഞത്? നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. എന്താ നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് 3:5 വായിച്ചേ, ശ്രദ്ധിക്കട്ടെ. ജോഷുവ 3:5 ജോഷുവ ജനത്തോട് പറഞ്ഞു, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ. നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ. നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഇത് ജോഷുവയുടെ അനുഭവമാണ്. വിശുദ്ധീകരിച്ച് കഴിഞ്ഞാൽ അത്ഭുതം പ്രവർത്തിക്കുമെന്നുള്ളത് ഉറപ്പാണ്. നിങ്ങൾക്ക് ഉടമ്പടിയിൽ മിറക്കിൾ സംഭവിക്കണോ, നിങ്ങൾ വിശുദ്ധി പാലിക്കാൻ നോക്കണം ഉടമ്പടി പ്രകാരം. അതെപ്പോഴും എന്താ സംഭവിച്ചല്ലേ, നമുക്കറിയാമല്ലോ ജോഷുവയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ ജെറീക്കോ കോട്ട തകർത്തത് അല്ലേ. ജെറീക്കോ കോട്ട തകർത്തത്. പക്ഷേ ജെറീക്കോ കോട്ട തകർക്കാൻ വേണ്ടി ജോഷുവയുടെ കയ്യിൽ അധികം പട്ടാളക്കാരൊന്നുമില്ല. അവർ പട്ടാളക്കാരെ ട്രെയിൻഡും അല്ല. അവർ ആകപ്പാടെ ഉള്ള വാഗ്ദാന പേടകമാണ്. ആ സംഭവമാണ്, കർത്താവിൻ്റെ സാന്നിധ്യമാണ്. അത് തോളെ വെച്ചിട്ട് പുരോഹിതന്മാർ 7 പുരോഹിതന്മാർ 14 പുരോഹിതന്മാർ ഇത് തോളെ വെച്ചുകൊണ്ട് ഈശോയെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇത് ചുറ്റും നടക്കും. നടക്കാൻ വേണ്ടി കർത്താവിനെ വിളിച്ചുകൊണ്ട് വേറെ ഒരു ആസ്തിയുമില്ല, വേറൊരു മെരിട്ടുമില്ല. കർത്താവ് മാത്രമാണ് മെരിട്ട്. കാര്യം അവിടെ ഈ ജെറീക്കോ നല്ല സൈന്യം, നല്ല ട്രെയിൻഡ് സോൾജേഴ്സുള്ള സ്ഥലമാണ്, നല്ല നഗരമാണ്, നല്ല ശരിക്കും കോട്ടയാൽ ഭദ്രമായ നഗരമാണ്. അവിടെ ചെല്ലുമ്പോഴെന്താ സംഭവിക്കണത്? ജോഷുവ ഇവർ നടന്ന് ചെല്ലുമ്പോൾ ഒരു സൈന്യാധിപനെ കാണും. ഊരിപ്പിടിച്ച വാളുമായിട്ട് സൈന്യാധിപൻ നിൽക്കുകയാണ്. ജോഷുവ അതിനേക്കാൾ വലിയ സൈന്യാധിപനാണ്. ജോഷുവ പേടിച്ചില്ല. ഇവർ വാഗ്ദാന പേടകമായിട്ട് ചെല്ലുകയാണ്, ജെറീക്കോ കോട്ടയെ സമീപിക്കാൻ പോവുകയാണ്. അപ്പോഴാണ് ഊരിപ്പിടിച്ച വാളുമായിട്ട് സൈന്യാധിപൻ രാക്ഷസനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ജോഷുവ പേടിച്ചില്ല, പതറത്തില്ല. പക്ഷെ പതറാതെ ഇവൻ ചോദിക്കും, സത്യം പറ, നീ ഞങ്ങളുടെ പക്ഷത്തോ അതോ ശത്രുപക്ഷത്തോ? അപ്പോഴീ സൈന്യാധിപൻ പറയുന്നൊരു വാക്കുണ്ട്. എന്താ പറയണത്? നീ കാലിലെ ചെരുപ്പൂരി മാറ്റാൻ നോക്ക്. എന്താ കാര്യം? ഞാൻ കർത്താവിൻ്റെ സൈന്യാധിപനാണ്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണെന്ന്. ജോഷുവ 5:14-15 അതെ. അവൻ പറഞ്ഞു, അല്ല, ഞാൻ കർത്താവിന്റെ സൈന്യാധിപനാണ്. ഞാൻ കർത്താവിന്റെ സൈന്യാധിപനാണ്. ജോഷുവ സാഷ്ടാംഗം പ്രണമിച്ച് അവനോട് ചോദിച്ചു, അങ്ങ് ഈ ദാസനോട് കൽപ്പിക്കുന്നത് എന്താണ്? കർത്താവിന്റെ സൈന്യാധിപൻ പറഞ്ഞു, നിന്റെ പാദങ്ങളിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു മാറ്റുക, നീ നിൽക്കുന്ന ഈ സ്ഥലം വിശുദ്ധമാണ്. ജോഷുവ അങ്ങനെ ചെയ്തു. അതായത് ജോഷുവ തന്നെ വിശുദ്ധീകരിച്ചു, അഴുക്ക് മാറ്റിയെന്ന്. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, മോസസ് അബിമേലെക്കുമായിട്ട് യുദ്ധം ഉണ്ടായ കാലത്ത് മോസസ് ജോഷുവയോട് പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ കാര്യം? നമുക്ക് യുദ്ധം ജയിക്കാനുള്ള ശക്തിയില്ല, പക്ഷെ കർത്താവ് യുദ്ധം ചെയ്യും. അതാണ് വിഷയം. കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നമ്മൾ മൗനമായി ഇരുന്നാൽ മതിയെന്ന്. ഇതാണ് വിഷയം വരണത്. അതാണ് പുറപ്പാട് 14:14. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പുറപ്പാട് 14:14 കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളാം. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. ഈ ശാന്തരായിരുന്നാൽ മതി എന്ന് പറയുമ്പോൾ ഒരു കേവല സൈലൻസ് അല്ല ഉദ്ദേശിക്കണത്, ഒരു വിശുദ്ധീകരിക്കപ്പെട്ട അവസ്ഥയാണ്. ഇപ്പം മനസ്സിലായില്ലേ? നമ്മൾ പുറപ്പാട് 14 യുദ്ധം ചെയ്യുന്ന കർത്താവിനെ കക്ഷി ചേർക്കണമെന്നുണ്ടെങ്കിൽ പുറപ്പാട് 14:14 ജോഷുവ 3:5 3:14-15 കണക്ട് ചെയ്യണം. എന്താണ്? ശാന്തരായിരുന്ന വെറുതെ കൈയും കെട്ടി മരവിച്ച് എവിടെയെങ്കിലും കഞ്ചാവ് പിടിച്ച് ആൾക്കാരെ പോലെ ഇരിക്കണ പോലെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. മര്യാദയ്ക്ക് എന്ത് ചെയ്യണം? വിശുദ്ധരായിരിക്കണം, കർത്താവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കണം, കർത്താവിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്തവരായിരിക്കണം,
കർത്താവിൻ്റെ വചനങ്ങൾക്ക് വേണ്ടി സാക്ഷിയുള്ളവരായിരിക്കണം. അങ്ങനെ ശക്തനും വിശുദ്ധനുമായിരിക്കുക എന്ന് പറഞ്ഞാൽ, ശക്തനും ധീരനുമായിരിക്കുക എന്ന് വെച്ചാൽ, കർത്താവിന് കക്ഷി ചേർക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം സാന്നിധ്യമാണ്. അത് ഉടമ്പടി ലഭിക്കുന്നതാണ്, അത് വിശുദ്ധിയുടെ ബലമാണ്. കൈയിടിച്ച് കർത്താവിനെ ഏറ്റു പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, തീർത്ഥാടന ഉടമ്പടിയായി അങ്ങയുടെ മുമ്പിൽ ആരാധന കൂടുന്ന ഞങ്ങളും ഓൺലൈനായി ആരാധന കൂടുന്ന എല്ലാ ദൈവമക്കളും ഉടമ്പടി പ്രകാരം വിശുദ്ധിയോടെ ജീവിച്ച് നിന്റെ സാന്നിധ്യത്തിനും ശക്തിക്കും അർഹരാകുവാൻ അഭിഷേകം ചെയ്യണമേ, അടയാളം നൽകണമേ, സാക്ഷികളാക്കണമേ. ശ്രദ്ധിക്കട്ടെ, കൃപയാൽ അഭിഷിക്തമാകുന്ന വലിയൊരു ദൈവിക നിമിഷമാണ്. നമ്മൾ സാന്നിധ്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ കർത്താവ് നമുക്ക് വെളിപാട് നൽകുന്നത്. ഇതിപ്പോൾ മുമ്പത്തെ കാലത്തേക്കാളും, അതായത് നേരത്തെ, ഇപ്പം എനിക്കറിയാം കഴിഞ്ഞ കൊല്ലത്തേക്കാളോ, മുമ്പത്തെ കാലം ഞാൻ ഉദ്ദേശിച്ച കഴിഞ്ഞ കൊല്ലമാണ്, കഴിഞ്ഞ കൊല്ലത്തേക്കാളും കോവിഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും കൃപാസനം റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അതുവരെ ഉണ്ടാകുന്നൊരു കോവിഡ് കാലമുണ്ടല്ലോ, അതുവരെ ഉണ്ടായിരുന്ന ഉടമ്പടി കാലമില്ലേ, അതിനേക്കാളും ഇപ്പം സാന്നിധ്യം കൂടുതലാണ്. അതാണ് ഇപ്പം നിങ്ങളെ എല്ലാ സാക്ഷ്യവും കേൾക്കുന്നില്ലല്ലോ, ഞാൻ മിക്കവാറും എല്ലാ സാക്ഷ്യവും കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ, മുമ്പത്തെക്കാളും ആൾക്കാരുടെ കൂടെയുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം ഇപ്പം കൂടുതലാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൾക്കാർ മുമ്പത്തെക്കാളും വിശുദ്ധരായെന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. കാര്യം വിശുദ്ധിയും സാന്നിധ്യവുമായിട്ട് കണക്ട് ചെയ്യണത്. പിന്നെ ആൾക്കാർ മുമ്പത്തെക്കാളും ഉടമ്പടിയുടെ ബയോളജി പഠിച്ചിട്ടുണ്ട്. ഇപ്പം ഉടമ്പടി ഒരു ഭക്തകൃത്യമെന്നും അല്ലത്, ശരിക്കും പറഞ്ഞാൽ അത് ഒരു ബൈബിക്കൽ എക്സിക്യൂഷനാണ്. ആ ബൈബിൾ പ്രയോഗത്തിൽ വരുത്തുന്ന സിസ്റ്റമാറ്റിക് സയൻറ്റിഫിക് മാത്തമാറ്റിക്കൽ പ്രയറാണ്. കാര്യം അതിൻ്റെ ഇന്ന ഫലത്തിന് ഇന്ന ആപ്ലിക്കേഷൻ ഇന്ന ഫലമെന്ന് കൃത്യമാണല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിലേ ഒരു സാക്ഷ്യം ഉണ്ടായത് അല്ലൻ വർഗീസ് എന്നും പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥനാണ്, ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ, ട്രിവാൻഡ്രത്തെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ. അദ്ദേഹം എങ്ങനെ വെച്ചാൽ, അദ്ദേഹം ഇവിടെ നിൽക്കുമ്പോൾ വൈഫും കൂടി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് മാതാവിനോടുള്ള ഒരു സങ്കടമാണ്. കാര്യം അദ്ദേഹത്തിന് ഒരിക്കലും നടക്കാത്തൊരു കാര്യം അമ്മ ഉടമ്പടി പ്രകാരം നടത്തിക്കൊടുത്ത്. അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫറാണ്. അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫർ ട്രിവാൻഡ്രത്ത് നിന്ന് കൊല്ലത്തേക്കായിരുന്നു. അപ്പോൾ മാതാപിതാക്കന്മാരുടെ കുറേ പ്രശ്നങ്ങൾ ഒക്കെ കാരണം അവർക്ക് കൊല്ലത്ത് പോയി ജോലി ചെയ്യാനോ ദിവസവും പോകാനോ പറ്റത്തില്ല. അപ്പോൾ ട്രാൻസ്ഫർ ചേഞ്ച് ചെയ്യാതെ ഒരു മാർഗ്ഗമില്ല. അപ്പോൾ അദ്ദേഹം ആദ്യം ഉടമ്പടി ചെയ്തു, കൊല്ലത്തെ ട്രാൻസ്ഫർ അതുപോലെ തന്നെ നിന്നു. പിന്നെയും വന്ന് ഉടമ്പടി ചെയ്തു, പക്ഷേ പുള്ളിയുടെ ട്രാൻസ്ഫർ വീണ്ടും ട്രിവാൻഡ്രത്തേക്കാക്കി ദൈവം ക്രമീകരിച്ചു. അത് ഭയങ്കര ഞെട്ടിപ്പിക്കുന്ന ഒരു സാക്ഷ്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, അമ്മ ചെയ്തതിനേക്കാൾ വലുത് അദ്ദേഹം ചെയ്തത് എന്താണെന്ന് ആദ്യം പറയാം. അദ്ദേഹം ആദ്യം ട്രാൻസ്ഫറിന് ഒരിക്കലും അദ്ദേഹത്തിന് ട്രിവാൻഡ്രത്ത് നിന്ന് കൊല്ലത്ത് വന്ന് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അത് കുടുംബത്തിൻ്റെ സാഹചര്യം അതല്ല. അപ്പോൾ എന്താ ചെയ്യണത്, അമ്മ ഇത് മാറ്റിത്തരാതെ ഒരു മാർഗ്ഗവുമില്ല. 90 ദിവസം അദ്ദേഹം പക്ക ഉടമ്പടിയിലാണ് ജീവിക്കണത്. അല്ലാതെ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചു വന്ന് ഉടമ്പടി ചെയ്ത ആളാണ്. അല്ലാതെ ആൻറ്റി പറഞ്ഞ അയ്യൽവാസി പറഞ്ഞെന്നും പറഞ്ഞ് കൂടെ വന്ന് ഉടമ്പടി ചെയ്ത ആളല്ല. അപ്പോൾ അവർക്ക് മണിയാ കിണിയാ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടും പോര്. അതാണ് അവർ വർക്ക് ചെയ്യാത്തതിൻ്റെ കാരണം. ഇത് കറക്റ്റ് കാര്യങ്ങൾ മാസങ്ങളോളം എടുത്ത് പഠിച്ചിട്ടാണ് ഇവിടെ വന്ന് ഉടമ്പടി ചെയ്തത്. ഉടമ്പടി ചെയ്ത് കഴിഞ്ഞാൽ പക്കായിട്ടാണ് അദ്ദേഹം ഉടമ്പടി എക്സിക്യൂട്ട് ചെയ്യണത്. പക്ഷേ ഇത് വർക്കൗട്ട് ചെയ്തില്ല. പക്ഷേ അപ്പോൾ അത് ഉടമ്പടിയുടെ ഇരിക്കുന്ന വെടിമരുന്ന് എന്താണെന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. അതാണ് സംഭവം. ഉടമ്പടി എങ്ങനെ കത്തണമെന്ന് പുള്ളിക്ക് കണ്ടുപിടിച്ചു. ഉടനെ പുള്ളി 3 മാസം ഉടമ്പടി ഉടമ്പടി ജീവിച്ചപ്പോൾ ഉടമ്പടി എങ്ങനെയാണ് കത്തണമെന്നോ അല്ലെങ്കിൽ കത്തിക്കാൻ പറ്റണോ എങ്ങനെയാണെന്ന് കണ്ടുപിടിച്ച് പുള്ളി പുതുക്കി കഴിഞ്ഞപ്പോൾ ഒരു മലക്കം പറഞ്ഞിട്ട് ഇവിടെ വരുമ്പോൾ പരിശുദ്ധാത്മാവ് വിവേചനം കൊടുത്തു, മകനെ ഇങ്ങനെയല്ല കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇതിന് നിൻ്റെ വയറ്റിപ്പഴപ്പാണ് നീ പ്രാധാന്യം വെച്ചിരിക്കുന്നത്. നീ വെക്കേണ്ടത് പരിശുദ്ധാത്മാവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഉടമ്പടി ചെയ്യാൻ പറഞ്ഞു. ഉടനെ പുള്ളി ഇത് വിടുന്നപ്പോൾ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ ട്രാൻസ്ഫർ 1ാമത്തെ സെക്ഷനിൽ നിന്ന് ട്രാൻസ്ഫർ വെട്ടി അത് 2ാമതാക്കി മാറ്റി.
രണ്ടാമതാക്കി മാറ്റി ഒന്നാമത് പുള്ളി പറഞ്ഞു, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാൽ അമ്മേ എന്നെ നിറക്കാൻ വേണ്ടി എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണേ. അതാണ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഉടമ്പടി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങൾ. കാര്യങ്ങൾ അറിഞ്ഞ് അവർ മറമ്മത്തി തൊട്ട് കളിക്കത്തുള്ളൂ. അവർ ഒന്നുകിൽ ചെയ്യും അല്ലെങ്കിൽ ചെയ്യത്തില്ല. ചെയ്യുമെങ്കിൽ അവർ വെടിപ്പായിട്ട് ചെയ്യും. അതാണ് എഡ്യൂക്കേറ്റഡ് ഓഡിയൻസിൻ്റെ ഒരു പ്രത്യേകത. കാര്യങ്ങൾ എന്താണെന്ന് ടെക്നിക്കുകളുടെ മനസ്സിലാക്കും. അച്ഛൻ്റെ പ്രഭാഷണങ്ങളെല്ലാം കേൾക്കും, ഇതെങ്ങനെ കത്തിക്കണമെന്ന് നോക്കും, എന്നാൽ അതിൻ്റെ ഇന്ധനം എവിടെ ഇരിക്കണം, അതിൻ്റെ കുറിഞ്ഞ് എവിടെയാണ്. ഇപ്പം കതിനായാണെങ്കിലും വല്ലോടത്തും കൊണ്ട് തീ വെച്ച് കത്തത്തില്ല, അതിൻ്റെ കുറിഞ്ഞിക്ക് വേണ്ടി കൊടുക്കണം. അത് മരുന്നിരിക്കുന്ന സ്ഥലത്ത് തന്നെ തീ കൊടുക്കണ്ടേ. അപ്പോൾ ഈ മരുന്നിരിക്കുന്നത് എവിടെയാണെന്ന് പുള്ളിക്ക് മനസ്സിലായി, ഇത് ആത്മാവിലാണ് ഇത് വർക്ക് ചെയ്യണത്. അതുകൊണ്ട് പുള്ളിക്കാരൻ ആദ്യം എഴുതി പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായി എന്നെ നിറക്കണമേ. 2 നിവർത്തിയില്ല അമ്മേ, വീണ്ടും വെക്കണം ഞാൻ ട്രാൻസ്ഫറിൻ്റെ കാര്യം. കൊല്ലത്ത് പോകാൻ എനിക്ക് അവർ പറഞ്ഞു, അവർ ഓഫീസ് കൊല്ലത്തിടാമെന്ന് പറഞ്ഞു. കൊല്ലത്ത് പോകാൻ അതിനെ റെഡിയാക്കിയിരിക്കുകയാണ് അവർ. അപ്പം അതുകൊണ്ട് ഇപ്പോഴും അത് സ്റ്റാറ്റസ് കോ അങ്ങനെ നിൽക്കുകയാണ്, ഒരു മാറ്റവും ഇല്ലാതെ. പക്ഷെ എനിക്ക് പോകാനും പറ്റണില്ല. അപ്പോൾ എന്നെ അതാണ് വെച്ചാൽ. പക്ഷേ ആദ്യം പിന്നെ അതിൻ്റെ അകത്ത് മൂന്നാമതായിട്ട് പുള്ളിക്കാരനൊരു കാര്യം വെച്ചു. കാര്യം അമ്മ ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഒരു സഹപ്രവർത്തകനുണ്ട് ഈ ഓഫീസിൽ ജോലി ചെയ്യണം. അവനും എന്നെപ്പോലെ പ്രശ്നമാണ്, അവനെയും കൊല്ലത്തൊന്നും വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അവൻ്റെ കാര്യം കൂടി ഞാൻ വെക്കണമെന്ന് മൂന്നാമതായിട്ട് അവൻ്റെ കാര്യം വെച്ച്, സഹപ്രവർത്തകൻ്റെ കാര്യം വെച്ച്. അപ്പോൾ ഈ അല്ലൻ്റെ കാര്യം അമ്മ രണ്ടാമത്തെ ഉടമ്പടി കറക്റ്റ് ഉടമ്പടി ആയത് കാരണം അല്ലൻ്റെ കാര്യം അമ്മ ഈ വിത്തിൻ നോ ടൈം കൊല്ലത്തെ ഓഫീസും ഗവൺമെൻറ് സ്റ്റോപ്പ് ചെയ്ത് അത് ആ പ്രോജക്റ്റ് സ്റ്റോപ്പ് ചെയ്ത് അല്ലെങ്കിൽ അവിടെ തന്നെ അവൻ ഇരുന്ന സ്ഥലത്ത് തന്നെ ട്രാൻസ്ഫർ തിരിച്ചു കൊടുത്തു. ക്ലിയറായത്. ഇപ്പോൾ ഓർഡറെല്ലാം പിൻവലിച്ചു, എല്ലാം ക്ലിയറായി. പക്ഷേ കൂടെ ഉള്ളവന് ഇപ്പോഴും പോകണം. അപ്പോൾ അവൻ ഇവിടെ വന്ന ദിവസം പറഞ്ഞു, അമ്മേ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞപ്പോൾ മൂന്നാമതായിട്ട് എൻ്റെ സഹപ്രവർത്തകൻ്റെ കാര്യം പറഞ്ഞായിരുന്നു, അവനിപ്പോഴും വിഷമത്തിലാണെന്ന് പറഞ്ഞില്ല. പെട്ടെന്ന് ഒരു സുഗന്ധാഭിഷേകം വന്നു. പെട്ടെന്ന് ഇവിടെ നിൽക്കുമ്പോൾ സുഗന്ധാഭിഷേകം വന്നു. അപ്പോൾ വൈഫിനോട് ചോദിച്ചു, വൈഫും കൊണ്ട് നിൽക്കുകയല്ലേ, കാര്യം ഇവിടെ ഞങ്ങളെ ഇവിടെ ഈ നമുക്ക് ഈ 10,000-2,000 ആൾക്കാർ ഒരുമിച്ച് നിൽക്കണമ്പോൾ ബാത്റൂംസ് ഇവിടെ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആരും കാണുന്നില്ലെങ്കിലും വളരെ ശാസ്ത്രീയമായിട്ട് 57 ബാത്റൂം ഇതിൻ്റെ അകത്തുണ്ട്. അത് ആ രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കണം. പക്ഷേ ഓവറായിട്ട് ആൾക്കാർ വന്ന് ഉപയോഗിച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും സ്മെല്ലുണ്ടാകും. അതുകൊണ്ട് ഞങ്ങളിവിടെ എല്ലാം വിക്ക് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ, എന്തുമാത്രം വിക്ക് വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ഓർഡർ നല്ല സ്മെല്ല് വരും. അതിന് ആൾക്കാർ ഒത്തിരി കൊണ്ട് ആവശ്യമില്ലാത്ത സ്മെല്ലുണ്ടാകാതിരിക്കാൻ വേണ്ടി ഇത് സെറ്റ് ചെയ്തിരിക്കണതാണ്. അപ്പം ഞാൻ ഈ സുഗന്ധാഭിഷേകം എന്ന് പറയുമ്പോൾ ഞാൻ മൈൻഡ് ചെയ്യത്തില്ല, കാര്യം എനിക്കറിയാം ഈ വിക്ക് വെച്ചിരിക്കണ കൊണ്ടാണെന്നറിയാം. പക്ഷേ ഇത് പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഈ വിക്കിൻ്റെ സ്മെല്ലല്ല, വേറെ ഒരു വെറൈറ്റി സ്മെല്ലാണ് ഇതിൻ്റെ മാതാവിൻ്റെ സ്മെല്ലെന്ന് പറയുമ്പോൾ. അപ്പോൾ ഉടനെ വൈഫ് അടുത്ത് ഇപ്പോൾ ഉണ്ട്. വൈഫോട് ചോദിക്കും, എനിക്ക് വല്ലാത്തൊരു സ്വർഗീയ സുഗന്ധം ഫീൽ ചെയ്യണമല്ല, നിനക്ക് വല്ലതും തോന്നിയോ? അപ്പോൾ പറഞ്ഞു എനിക്കൊന്നും തോന്നിയില്ല. വീണ്ടും ചോദിച്ചു, അയാൾക്ക് സ്മെല്ല് ശരി വരുന്നുണ്ട്. വീണ്ടും ചോദിച്ചു, അപ്പോഴും ഒന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളുടെ മനസ്സിലൊരു ഇൻഡ്യൂഷൻ വന്നു, കൂട്ടുകാരനെ വിളിക്കുക വന്നു. അയാൾ പുറത്തോട്ടിറങ്ങിയിട്ട് കൂട്ടുകാരനെ വിളിച്ചു, നിൻ്റെ ട്രാൻസ്ഫറിന് വല്ലതും സംഭവിച്ചോടാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എൻ്റെ ട്രാൻസ്ഫർ ക്യാൻസലാക്കിയെന്ന് പറഞ്ഞു. ഇതാണ് സംഭവം. അതാണ് പ്രസൻസ് എന്ന് പറയണത്. ഇതിങ്ങനെ ഇയർ ടു ഇയർ കേൾക്കുകയാണ് കാര്യങ്ങൾ. നമ്മൾ സത്യസന്ധമായിട്ടൊന്ന് നിന്നാൽ മതി. നമ്മുടെ ഈ മലയാളിയുടെ ജനിതകമായി ഉടായ്പില്ലേ, ആ സാധനം മാറ്റിയ ഉടമ്പടി വർക്കൗട്ട് ചെയ്യും. അത് കൃത്യമാണ്. മലയാളിക്ക് എങ്ങനെയാ ചെറുക്ക് ഗേറ്റ് തുറന്നു കിടന്നാലും അതിൽ ചാടിയിലേ വരത്തുള്ളൂ. അവരെന്തെങ്കിലും തരത്തിൽ കുറക്കാൻ പറ്റുമോ എന്ന് നോക്കും. ഇത് 10 പത്രമെങ്കിലും അടുത്ത ആഴ്ച കൊടുത്താൽ മതിയാന്ന് ചിന്തിക്കും. ഇപ്പം പണ്ട് ഈ ജഗതിയൊക്കെ കളിച്ച പോലെ വൈകിട്ടായാൽ വല്ല കുഴപ്പമുണ്ടാന്ന് ചോദിക്കത്തില്ലേ, അതുപോലെ മലയാളി ചോദിക്കും, കൈനീട്ടവേ വൈകിട്ടായാൽ വല്ല കുഴപ്പമുണ്ടാന്ന് എന്ന് പറയും. 10 പത്രം അവസാനം മാർച്ച് അവസാനം കൊടുത്താൽ മതിയാന്ന് ചോദിച്ചാൽ ഇത് കത്തുകയില്ല, നനഞ്ഞ പടക്കം പോലെ ഉടമ്പടി. എന്താ കാര്യം? ഇതിനൊരു ലിമിറ്റഡ് ഒരു സ്പീഡുണ്ട്. അത് നിങ്ങളുടെ സ്പിരിച്വൽ എന്തൂസിയാസത്തിൻ്റെ ഭാഗമാണ്. വെച്ച് കഴിഞ്ഞാൽ അതാണ് കർത്താവിൻ്റെ പുനരുദ്ധാനത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. നിങ്ങൾ പത്രം കൊടുത്തു, രോഗിയെ കണ്ടു, രോഗിയെ കണ്ടാകുമ്പോൾ തന്നെ ഈശോ എന്താ പറഞ്ഞിരിക്കണമെന്ന് വെച്ചാൽ ഞാൻ രോഗിയാണെന്നല്ല പറഞ്ഞിരിക്കണത്, അല്ലേ? അവിടെ വേറെ നിങ്ങളുടെ അയൽവാസിയാണ്, ചിലപ്പോൾ ജന്മത്ത് ആദ്യമായിട്ടും കാണുന്ന രോഗിയാണ്. അതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ജന്മിത്തം കളിക്കും. എന്നാൽ കിടക്കട്ടെ, എൻ്റെ കയ്യിൽ നിന്നൊരു 50 രൂപ. അപ്പോൾ നിങ്ങൾ ജന്മിയുമായി അയാൾ കുടിയാനുമായി. അപ്പോൾ ഇങ്ങനെയുള്ള ജന്മി കുടിയാൻ വ്യവസ്ഥിതി നിങ്ങൾക്ക് ഇത്തിരി പൈസ എന്തെങ്കിലും ഇത്തിരി മേൽക്കൈ കിട്ടിയാൽ പിന്നെ അപ്പത്തന്നെ നിങ്ങൾ കോളർ പൊക്കും.
കോളർ പൊക്കണ കാരണമാണ് ഈശോ പറഞ്ഞത് കോളറൊക്കെ താത്ത് രോഗിയെ ഞാനായിട്ട് കാണാൻ പറയും. അതാണ് ഈശോ പറഞ്ഞത്, ഞാൻ രോഗിയായിരുന്നു. അതാണ് പ്രശ്നം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കർത്താവ് രോഗിയാണെന്ന് പറയുമ്പോൾ നമ്മളാരാകും? ദാസനാകും. അമ്മ അതാണ് ഉടമ്പടി ചെയ്യുമ്പോൾ ബേസിക്കായിട്ട് പറയണത്. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും എന്ന് പറയുമ്പോൾ അമ്മ എന്താ പറയണത്? ദൈവത്തിനൊന്നും അസാധ്യമല്ലെന്ന് പറയുമ്പോൾ കർത്താവാണിത് ചെയ്യണമെന്ന് അമ്മയ്ക്ക് മനസ്സിലായില്ലേ? അമ്മ ഉടനെ എന്താ പറയണത്? ഇതാ കർത്താവിൻ്റെ ദാസി. അതാ അമ്മ ഉടമ്പടി ചെയ്യണം എന്താണ്? ദാസിയാണെന്നും പറഞ്ഞാൽ ഉടമ്പടി ചെയ്യുന്ന ഓരോ വ്യക്തികളും ആ ചെയ്യുന്ന നിമിഷം തന്നോട് തന്നെ പറയണം, ഞാൻ കർത്താവിൻ്റെ ദാസാണ്, കർത്താവിൻ്റെ ദാസിയാണ്. അമ്മയുടെ മധ്യസ്ഥയിലാണ് ദൈവത്തോട് ഉടമ്പടി ചെയ്യണത്. കൈയടിച്ച് കർത്താവ് നല്ല സാക്ഷ്യം എന്തുകൊണ്ടാണ് പെട്ടെന്ന് വർക്ക് ചെയ്യണത്? ഇവന് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ കിട്ടിയ ഉടനെ, പരിശുദ്ധാത്മ ഫലം എന്താണ്? സ്നേഹമാണ്, അല്ലേ? സ്നേഹമാണ്. അതുകൊണ്ടാണല്ല അവൻ പോയി അവൻ രക്ഷപ്പെടാത്തതിൽ ഇവന് സങ്കടം വന്നത്. അതുകൊണ്ടാണല്ലോ അമ്മയോട് അവൻ പറഞ്ഞത്, അമ്മ അവൻ്റെ കാര്യം ശരിയായില്ല എന്ന് പറഞ്ഞത്. അപ്പോഴാണ് അമ്മ പറഞ്ഞത്, എൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെയുണ്ട്, അവൻ്റെ കാര്യം ശരിയാക്കിയിട്ടുണ്ടെന്ന്. ഇതിന് ഒന്നും പഞ്ഞമില്ല മക്കളെ. ഇതെല്ലാം നിങ്ങൾ വരച്ച വരയിൽ നിങ്ങൾ പറയുന്ന സത്യസന്ധമാണെങ്കിൽ, നിങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹിതരാണെങ്കിൽ, ആ സ്നേഹത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കാനാണ് നിങ്ങൾ ഉടമ്പടി എടുത്തെങ്കിൽ, ആ ലക്ഷ്യം സത്യസന്ധമാണെങ്കിൽ തീർച്ചയായിട്ടും ഉടമ്പടി ഇന്ന് കത്തും നിന്ന് കത്തും. കൈയിടിച്ച് കർത്താവല്ലേ. അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും, മക്കൾ സ്തുതിച്ചുകൊണ്ടേയിരിക്കുക. രോഗമുള്ളിടത്ത് കൈകൾ മാറി മാറി വെക്കണം. രോഗമുള്ളിടത്തേക്ക് കൈകൾ മാറി മാറി വെച്ചാൽ മതി. ചിലപ്പോൾ ഒരാൾക്ക് 4-5 രോഗങ്ങളുണ്ടാകും. അച്ഛൻ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ കൃപ നിറഞ്ഞു നിൽക്കുന്ന ആരാധനയുടെ അഭിഷേക നിമിഷമാണ്. നിന്റെ മക്കൾ സ്തുതിക്കട്ടെ, ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, എൻ്റെ കർത്താവേ, വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. എൻ്റെ കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ. 36 കൊല്ലം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത്തിലെ മാരകരോഗങ്ങൾ, തീരാവേദികൾ ദൈവനാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ശക്തികർത്ത് നടുവേദനക്കാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, നടുവേദനയ്ക്കുന്ന കർത്താവ്, കിഡ്നി രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, കിഡ്നി രോഗികളെ കിഡ്നി ചുളിഞ്ഞു പോയവരെ, കിഡ്നി കർത്താവ് ചുളിഞ്ഞു പോയവരെ, കിഡ്നി ചെറുതായിപ്പോയവരെ, കിഡ്നിയിൽ കല്ലുള്ളവരെ, കിഡ്നിക്ക് വീക്കമുള്ളവരെ, കിഡ്നി വലുതാകുന്നവരെ എല്ലാവരെയും കർത്താവ് സ്പർശിക്കട്ടെ. കൈ രോഗമുള്ളിടത്തേക്ക് കൈകൾ മാറ്റി മാറ്റി ശ്രദ്ധിക്കട്ടെ. അസുഖമുള്ളവരെ പ്രാർത്ഥിക്കുന്ന കർത്താവ്, സ്പോണ്ടിലോസിസിന് അസുഖമുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, തൈറോയ്ഡ് രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, കരരോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, കിഡ്നി രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ശ്വാസകോശ രോഗികളെ കർത്താവ്, ശ്വാസകോശ രോഗികളെ, പതിരിയുടെ അസുഖമുള്ളവരെ കർത്താവ്, വലിവ് രോഗികൾ, ആസ്മ രോഗികൾ, അൾസസ് രോഗികൾ, അൾസർ രോഗികൾ കർത്താവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഉദര രോഗികളെ കർത്താവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, നിന്റെ തിരുമുറുമാർന്ന് വലതുകരം രോഗികളെ മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ കരുണ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ പ്രാർത്ഥിക്കുന്ന, മക്കളില്ലാത്ത പ്രാർത്ഥിക്കുന്ന കർത്താവ്, കുടൽ രോഗികൾ, അൾസർ രോഗികൾ, അർച്ചസ് രോഗികളെ കർത്താവിൻ്റെ വിശുദ്ധമായ രഥത്തെ കഴുകപ്പെടട്ടെ. മാരകരോഗങ്ങളെ യേശുനാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന, മക്കളില്ലാത്ത പ്രാർത്ഥിക്കുന്ന കർത്താവ്, കടലുകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, പാങ്ക്രിയാസ് രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഭക്ഷ്യരോഗികൾ, ഷുഗർ രോഗികൾ, മെനിഞ്ചൈറ്റിസ് അസുഖമുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്, മുടിക്കൊഴിച്ചവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, നടുവേദനക്കാരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, വാതരോഗികൾ കർത്താവ്, ഞരമ്പിന് വീക്കമുള്ളവർ, ഞരമ്പിന് ബ്ലോക്കുള്ളവർ, കാലം മരവിക്കുന്ന സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, മുള്ളൻകാലം ഉച്ചവരെയുള്ള മാരക രോഗങ്ങൾ, തീരാവേക്ഷികൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. ജോലി ഇല്ലാത്തവരെ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്ന ആരാധനയ്ക്ക് സമർപ്പിക്കാൻ പോകുന്ന വിഷയങ്ങളാണ്. നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ ഈ വിഷയത്തിന് ഈ മാസത്തിന് സാക്ഷ്യം പറയാൻ ദൈവം നിങ്ങളെ അനുവദിക്കും. അല്ലെങ്കിൽ ഈ ഉടമ്പടി കാലഘട്ടത്തിൽ ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. വീടില്ലാത്തവരെ, വീട് സ്ഥലവും വഴിയുമില്ലാത്തവരെ, വാടക താമസിക്കുന്നവരെ,
ഈ ആഴ്ചയിൽ ഈ മാസത്തിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നവർ, ഈ ആഴ്ചയിൽ ട്രാൻസ്ഫറിന് വേണ്ടി ശ്രമിക്കുന്നവർ, ഈ ആഴ്ചയിൽ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന മക്കൾ, പുതിയ SLCക്കാർ പരീക്ഷ എഴുതാൻ പോകുന്നവർ, അവരുടെ മാതാപിതാക്കന്മാരെ ഈ സമയം ആരാധനയിൽ കുഞ്ഞുങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഈ ആഴ്ചയിൽ ഡിഗ്രി പരീക്ഷ എഴുതാൻ പോകുന്നവർ, എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. വിവാഹ തടസ്സമുള്ളവർ, മക്കളില്ലാത്തവർ, വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ, അതിൻ്റെ വിസ തടസ്സങ്ങൾ, ഓഫർ ലെറ്ററിൻ്റെ തടസ്സങ്ങൾ, യൂണിവേഴ്സിറ്റി തടസ്സങ്ങൾ, എല്ലാം പൈസ കൊടുത്തിട്ട് എല്ലാം പെൻഡിങ്ങായി പോയവർ, പണവും നഷ്ടപ്പെട്ട് പോകാൻ പറ്റാതെ വേദനിക്കുന്നവർ, മക്കളില്ലാത്തവർ, സ്ഥലം വിൽക്കാൻ പറ്റാത്തവർ, ജപ്തി ആയിപ്പോയവർ, ജപ്തി വരാൻ പോകുന്നവർ, അതടക്കാൻ മാർഗമില്ലാതെ വിഷമിക്കുന്നവർ, കുടുംബകലഹത്തിൽ ഭിന്നതയിൽ ജീവിക്കുന്നവർ, ഭർത്താവും ഭാര്യയും പിരിയാൻ പോകുന്നവർ, പിരിയാൻ ഇഷ്ടമില്ലാത്ത ജീവിത പങ്കാളി, ഇഷ്ടമുള്ള ജീവിത പങ്കാളി, അത് തമ്മിൽ വേദനിച്ച് ജീവിക്കുന്ന അവസ്ഥകൾ, കർത്താവ് ന്യായവും സത്യമില്ലാത്ത രീതിയിൽ സമ്പത്തിനും ജോലിക്കും വേണ്ടി ഈ ജീവിത പങ്കാളികൾ ഒരാൾ കാണിച്ചു കൂട്ടുന്ന അനീതികൾ, അതിലെല്ലാം പരിശുദ്ധ ദേവമാതാവിനെ സമർപ്പിച്ചുകൊണ്ട് മനസ്സാന്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങൾ, തെറ്റായ പ്രണയബന്ധങ്ങളിൽ അകപ്പെട്ടു പോയവർ, തെറ്റായ ലഹരി ശീലങ്ങളിൽ അകപ്പെട്ടു പോയവർ, ആശുപത്രിയിൽ കിടക്കുന്നവർ, ICUയിൽ കിടക്കുന്നവർ, രോഗികൾ, മാറാത്ത രോഗത്തിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർ, തിരാവേദിക്കാർ അതിശക്തമായി ശ്രദ്ധിക്കട്ടെ. മുട്ടേ നിൽക്കുക. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കുക. എന്തെങ്കിലും കാര്യങ്ങൾ, ഇപ്പം മുട്ട നിൽക്കാൻ പറ്റാത്ത അവസ്ഥ പോലൊരു കാര്യമാണ്. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അച്ഛനിവിടെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് മൗനമായി കൈകൾ കൂപ്പി മാതാവിൻ്റെ മധ്യസ്ഥ അമ്മയ്ക്ക് സമർപ്പിക്കേണ്ട വിഷയമാണ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.